السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. ബഹുമാന്യരായ നാട്ടിലെ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചതെന്ന്, ശിർക്കിൻ്റെ നേരിയ ഒരംശം പോലും കടന്നു വരാതെ സൂക്ഷിച്ച് മുത്തഖീങ്ങളായി മുവഹിദുകളായി ജീവിച്ച് മരിക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടുകൂടി സേവനങ്ങൾ ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാഇൻ്റെയും മൗലിയാഇൻ്റെയും സുദീഖുകളുടെയും ശുഹദാഇൻ്റെയും സ്വാലിഹീകളുടെയും കൂടെ ഒരിടം നൽകി സാധുക്കളായ ദുർബലന്മാരായ നമ്മെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം വേദികളിൽ ദുആ ചെയ്യാൻ പ്രത്യേകമായി നമ്മോടൊക്കെ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരി സഹോദരങ്ങൾ, എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ വിശ്വാസിനികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പ്രബോധന ചരിത്രത്തിൽ ചില സവിശേഷമായ ഘട്ടങ്ങളിലൂടെയാണ് ഇക്കഴിഞ്ഞ 10-15 കൊല്ലങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ഇവിടെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാല പ്രവർത്തന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ
ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം പലപ്പോഴും സംസാരങ്ങളിൽ പറയാറുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല ചരിത്രം മുതൽ പരിശോധിക്കുമ്പോൾ KP മുഹമ്മദ് മൗലവി റഹിമഹുല്ല വരെയുള്ള കാലഘട്ടത്തെ ഒരു ഘട്ടമായും അതിനുശേഷമുള്ള കാലത്തെ രണ്ടാമതൊരു ഘട്ടമായും കൃത്യമായി വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹമൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ഞങ്ങളൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശ പാതയിലേക്ക് കടന്നു വന്ന സാഹചര്യങ്ങൾ ഈ ബഹളങ്ങളും പ്രശ്നങ്ങളുമെല്ലാം തുടങ്ങിയ ഘട്ടത്തിലാണ്. 2000-ലാണ് ഞാനൊക്കെ തൗഹീദ് മനസ്സിലാക്കി ഈ വഴിയിലേക്ക് ഏകദേശം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നത്. 2001-2002 കാലങ്ങളിലാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഔദ്യോഗികമായൊരു പിളർപ്പ് ഉണ്ടാകുന്നത്. ഞങ്ങളൊക്കെ സമസ്തക്കാരായ ആളുകളുടെ ഇടയിൽ ജനിക്കുകയും വളരുകയും ചെയ്തു വന്ന്, പ്രത്യേകിച്ച് എൻ്റെ പ്രദേശമൊക്കെ പുതുപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശം, അവിടെ നിന്നാണ് സമസ്ത എന്ന സംഘടന ഔദ്യോഗികമായി ജന്മമെടുക്കുന്നത്. സമസ്തയുടെ ഒന്നാമത്തെ മദ്രസ ഞങ്ങളുടെ നാട്ടിലെ മദ്രസയാണ്. സമസ്തയുടെ ആസ്ഥാനം ആദ്യകാലത്ത് ഞങ്ങളുടെ നാട്ടിലാണ്. അൽബയാൻ മാസിക ഇറങ്ങിയത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ്. പിന്നീടാണ് ചേളാരിയിലേക്ക് അതിൻ്റെ ആസ്ഥാനം മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മുസ്ലിയാക്കന്മാരും ധാരാളം അന്ധവിശ്വാസങ്ങളും ഒക്കെയുള്ളൊരു പ്രദേശം. അങ്ങനെ എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും നേതൃപരമായ പങ്കുവഹിക്കുന്ന നാട്ടിലെ പ്രധാനപ്പെട്ട ആ നിലക്കുള്ള കുടുംബത്തിൽ തന്നെ ജനിച്ചു വന്ന സാഹചര്യമാണ് എനിക്കെല്ലാം ഉള്ളത്. അവിടെ നിന്ന് തൗഹീദ് മനസ്സിലാക്കി ഈ തൗഹീദി കൂട്ടായ്മയുടെ ഭാഗമായി ചേരുമ്പോൾ ആദ്യ നാളുകളിൽ സ്വാഭാവികമായും ഉണ്ടായ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്കൊന്നും ആദ്യം ഒരു അവസരം കിട്ടിയിരുന്നില്ല. നേരെ മറിച്ചൊരു മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു വേദനയായി വിഷമമായി കൊണ്ടെടുക്കാനേ അന്ന് സാധിച്ചുള്ളൂ. എന്നാൽ ഈ പിളർപ്പുണ്ടായി തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ നാട്ടിൽ ഒരു വിവാഹ പന്തലിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് മുസ്ലിയാക്കന്മാർ അവിടെ ഇരിക്കുന്നു. പള്ളിയിലെ ദർസിലുള്ള മുത്തഅലിമീങ്ങളും മദ്രസയിലെ അധ്യാപകരുമായി ഒരു 19ഓളം മുസ്ലിയാക്കന്മാർ കൂടിയിരിക്കുന്നതിനിടയിലാണ് ഞാനവിടെ യാദൃശ്ചികമായി വിവാഹത്തിന് കയറി ചെല്ലുന്നത്. അപ്പം അവർക്കിടെ ചെന്നിരുന്നപ്പോൾ സ്വാഭാവികമായും ഒന്ന് വഷളാക്കാൻ കിട്ടിയ ചാൻസ് എന്നുള്ളേക്ക് അവിടുത്തെ ഒരു മുസ്ലിയാരിനോട് ചോദിച്ചല്ല, നിങ്ങളിപ്പോൾ ഏത് ഗ്രൂപ്പിലാണെന്ന് ചോദിച്ചു. നമ്മളെ സംബന്ധിച്ച് ഗ്രൂപ്പ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഒരു പ്രയാസമുള്ള ഘട്ടമാണ്. അപ്പം എന്തു പറയും, എന്തിനാണ് മടവൂർ വിഭാഗം മാറിപ്പോയത് എന്ന് എനിക്കൊന്നും അന്ന് മനസ്സിലായിട്ടില്ല. എന്താ തർക്കമെന്നോ എന്താ പ്രശ്നമെന്നോ എന്തിൻ്റെ പേരിലാണ് ഈ ബഹളങ്ങളെന്നോ എന്നൊന്നും മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടില്ല ആ ഘട്ടങ്ങളിൽ. അതുകൊണ്ട് ഏത് ഗ്രൂപ്പിലാന്ന് ചോദിച്ചപ്പോൾ ഞാനും അന്ന് കൃത്യമായി അങ്ങനെ ഒരു പക്ഷത്തൊന്നും അങ്ങനെ ഔദ്യോഗികമായി നിന്നിട്ടുമില്ല. പക്ഷെ ഇത്രയും മുസ്ലിയാക്കന്മാരിടയിൽ നിന്ന് വിവാഹ പന്തലിൽ നിന്ന് ഫൈസിയായ മുസ്ലിയാര് ഏത് ഗ്രൂപ്പിലാന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ ഏത് ഗ്രൂപ്പായാലും വേണ്ടില്ല, നിങ്ങളെ വെറുതെ വിടൂല. ഉടനെ ഫൈസി പറഞ്ഞു, അപ്പം നിങ്ങൾ KNM-ലാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഫൈസി നിങ്ങൾ അങ്ങനെ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, മടവൂർ വിഭാഗം ഇപ്പം ഏകദേശം ഞങ്ങളെ കൂടെ ആയിക്കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങളെ വിടൂല നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മറ്റേ ഭാഗത്താന്ന് ഉറപ്പാണ്. അപ്പോഴാ സത്യം ഞാൻ ആലോചിച്ചു, എന്താ റബ്ബേ ഇയാൾക്കിത് മനസ്സിലായി, എനിക്കിത് മനസ്സിലായിട്ടില്ലല്ലോ. അയാൾക്കിത് മനസ്സിലായെങ്കിൽ എനിക്കിത് മനസ്സിലായില്ലല്ലോ. എൻ്റെ വാപ്പര് ഫൈസിയാണ്. പട്ടിക്കാട് ജാമ്യ നൂരിയയിൽ നിന്ന് 1ാമത്തെ ബാച്ചിൽ ഫൈസിയായി ഇറങ്ങിയ ആളാ എൻ്റെ പിതാവ്. അദ്ദേഹത്തിന് ഈ നിലക്കുള്ള ചർച്ചകളോ പുറം ലോകവുമായുള്ള ബന്ധങ്ങളോ ഒന്നും അധികമൊന്നുമില്ല. ഒരു 80 വയസ്സായി വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുകയാണ്. അധികം അത് പുറം ലോകവുമായി ബന്ധമോ ആ നിലക്കുള്ള പ്രസംഗം കേൾക്കലോ പുസ്തകങ്ങൾ വായിക്കലോ ഒന്നുമില്ല. മുജാഹിദ് പ്രസ്ഥാനവുമായി ഇന്നും അദ്ദേഹത്തിന് ഒരു ബന്ധവും ഒരു അടുപ്പവും ഇല്ലതാനും. ഇപ്പം അടുത്ത് ഏകദേശം 1 മാസം മുമ്പ് ഈ ഐക്യവും ഈ ചർച്ചയൊക്കെ നടക്കുമ്പോൾ വാപ്പാനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കുറച്ച് ആളുകളൊക്കെ വാപ്പാനടുത്തുണ്ട്. അപ്പം അവർക്കിടയിൽ എന്നെ ഒന്ന് താഴ്ത്താൻ പറ്റിയ ചാൻസ് എന്നതിലേക്ക് വാപ്പനോട് ചോദിച്ചു, അല്ലടാ ഐക്യത്തിന് നീ ഉണ്ടോ ചോദിച്ചു. നമ്മളില്ലപ്പം ഞാൻ പോയിട്ടില്ല.
അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക്, ഈ ഐക്യത്തിന് പോയാൽ നീ മുസ്ലിക്കാവൂലേ, നീ എങ്ങനെ ഐക്യപ്പെടുക? ഞാൻ അത്ഭുതപ്പെട്ടു. 80 വയസ്സുള്ള എൻ്റെ വാപ്പ, ഫൈസിയായ മനുഷ്യൻ, പുറം ലോകത്തെ ഒരു ചർച്ചയും അറിയാത്ത മനുഷ്യൻ, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഈ ഐക്യത്തിന് കൂടെ ഒരു കൂട്ടർ മുസ്ലിക്കാകേണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ വാപ്പ ഞാൻ പോകാത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമൊന്നും അധികമൊന്നും എനിക്കൊന്നും അറിയില്ല, അത് പറയാൻ ആളുമല്ല. പക്ഷേ അറിഞ്ഞിടത്തോളം കേട്ടിടത്തോളം പറപ്പൂരിനെ പോലുള്ള ആളുകളൊക്കെ സംസാരത്തിൽ നിന്നും പ്രസംഗത്തിൽ നിന്നൊക്കെ കേട്ട് മനസ്സിലാക്കിയത് പ്രകാരം ഈ കഴിഞ്ഞ 100 കൊല്ലങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഈ 10-15 കൊല്ലം എന്നുള്ളത് വേറിട്ടൊരു ഘട്ടം തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഈ വിവാദങ്ങളൊക്കെ മർമ്മം? 2000 കൂടി വിവാദങ്ങൾ ആരംഭിക്കുകയും 2002 അതൊരു പിളർപ്പായി മാറുകയും 2012 വീണ്ടും ചില വിവാദങ്ങൾ ഉണ്ടാവുകയും അത് അടുത്തൊരു പിളർപ്പായി മാറുകയും 2016 ആ ഒന്നാമത്തെ പിളർപ്പ് അവസാനിപ്പിച്ച് അത് ഐക്യപ്പെട്ടുവെന്ന് പറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു ദീനിയായ പ്രസ്ഥാനം എന്ന നിലയ്ക്ക്, ഒരു ആദർശ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇതൊക്കെ എന്തിനായിരുന്നുവെന്ന ഒരു അന്വേഷണം, ഒരു ചോദ്യവും പ്രധാനമാണല്ലോ. 2002 വരെ പ്രവർത്തിച്ചതും 2002 ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയതും ആ വിഭാഗത്തിൽ 2016 വീണ്ടും അടുപ്പിച്ചതും ദീനിന് വേണ്ടിയാണെങ്കിൽ, കൂലി കിട്ടാനാണെങ്കിൽ, അത് പരലോകത്തേക്കാണെങ്കിൽ, അത് ഖബർ ജീവിതത്തിൽ സ്വസ്ഥമായ സമാധാനപൂർണമായ ജീവിതം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ, അതെന്റെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകാൻ വേണ്ടിയാണെങ്കിൽ തീർച്ചയായും ഇതിനെ ഗൗരവമായി തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്. അതല്ല താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അകറ്റാനും നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അടുപ്പിക്കാനും ആയിരുന്നുവെങ്കിൽ പിന്നെ ആ ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ല. പക്ഷെ ആ ശൈലികൾ നമ്മൾ കണ്ടതും കേട്ടതും രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നുവല്ലോ. ലീഗും മാർക്സിസ്റ്റും കോൺഗ്രസും പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായും എല്ലാവരും പറയാറുണ്ട് അവിടെ സ്ഥിരമായ ശത്രുക്കളില്ല എന്ന്. ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും എതിർത്ത് ശക്തമായി എതിരായി നിന്നവൻ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ അവർ തമ്മിൽ ഒന്നാകും, മറ്റവനെ ഇപ്പുറത്തും മാറി നിൽക്കും. അത് സ്വാഭാവികമാണ്. രാഷ്ട്രീയ മേഖലയിൽ നമ്മൾ സാധാരണ കാണുന്നു. വ്യത്യസ്ത മുന്നണികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു വരുന്ന ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി മറ്റേ മുന്നണിക്കെതിരെ പ്രസംഗിച്ചവർ കാണാം. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ നിയമസഭയോ ലോക്സഭയോ വരുമ്പോൾ അപ്പം കാണാം ആ ആളുകൾ തന്നെ ഇതേ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇവർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ നമ്മളെ വീട്ടിൽ കയറിയിരുന്നു. അവിടെ നമ്മളാരും ചോദിക്കുന്നില്ല 2 കൊല്ലം മുമ്പ് നീയല്ലേ അവരെക്കുറിച്ച് മോശമായി പറഞ്ഞത്, ഇപ്പം എന്തെങ്കിലും എനിക്ക് ബോധ്യപ്പെട്ടു ചോദിക്കാറില്ല. എന്തേ കാരണം? രാഷ്ട്രീയത്തിൽ നമ്മൾ അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അവിടെ അതാണ്, സ്ഥിരമായ ശത്രുക്കളില്ല, സ്ഥിരമായ മിത്രങ്ങളുമില്ല. അവിടെ ഈ രാജ്യത്തെ ഭരണവും ഇവിടുത്തെ ആ നിലക്കുള്ള കാര്യങ്ങളുമൊക്കെ അതിന് അന്നത്തെ സാഹചര്യത്തിൽ എന്താണോ അനുഗുണമായത് ആ നിലപാട് സ്വീകരിക്കുക എന്നത് എല്ലാവരും അംഗീകരിക്കപ്പെട്ടു പോയ കാര്യമാണ്. എന്നാൽ ദീനീ വിഷയത്തിൽ അങ്ങനെയല്ലല്ലോ. ഞങ്ങളുടെ നാടുകളിൽ അതിശക്തമായ ഈ രംഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെയാണ് ദഅ്വ രംഗത്തേക്ക് ഇറങ്ങിയത്. ഞങ്ങളൊക്കെ പ്രസംഗിച്ചാൽ പലപ്പോഴും മറുഭാഗത്ത് സമസ്തക്കാരായ ആളുകൾ മറുപടിയുമായി വരുമ്പോൾ എനിക്കൊക്കെ ഉള്ള വേദന. ഞാനൊക്കെ പ്രസംഗിക്കും, അടുത്ത ദിവസം മറുപടി വെക്കുമ്പോൾ പ്രസംഗിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠൻ അധ്യക്ഷൻ, എൻ്റെ വാപ്പ അധ്യക്ഷൻ വഹിക്കുക, ജ്യേഷ്ഠൻ പ്രസംഗിക്കുക. ഇന്നലെ എൻ്റെ അണിയൻ പറഞ്ഞത് ശരിയല്ല എന്ന് അതേ അങ്ങാടി സ്റ്റേജ് കെട്ടിയിട്ട് ജ്യേഷ്ഠൻ പ്രഖ്യാപിക്കുക. പിറ്റേന്ന് വീണ്ടും ഞാൻ പ്രസംഗിക്കുക. എത്ര പ്രയാസം ഉണ്ടാവും സഹോദരങ്ങളെ. എന്തിനായിരുന്നു ഇതൊക്കെ? എന്തിൻ്റെ പേരിലായിരുന്നു ഇതൊക്കെ? ആ നിലക്ക് വന്ന ഒരു ആദർശ പ്രസ്ഥാനത്തിൽ നിന്ന് ചില ആളുകളൊക്കെ ശിർക്കിന്റെ വഴിയിലേക്ക് പോയി, അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ മാറ്റി നിർത്തപ്പെടുകയും എന്നിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആദർശ രംഗത്തെ സംഘടനകൾ നടക്കുകയും ചെയ്തു. ഈ കേരള മണ്ണിൽ 14 കൊല്ലം ദീർഘമായ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് വന്നു. KNM വേദിയിൽ നിന്ന് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷകന്മാരായ പലരും, ഹനീഫ് കായക്കുടിയെ പോലുള്ള, അനസ് മൗലിയെ പോലെയുള്ള പല പ്രഭാഷകന്മാരും, പേര് പറയുന്ന ആക്ഷേപിക്കാനല്ല വ്യക്തത വരുത്താൻ വേണ്ടി മാത്രം, അത്തരം ചില പ്രഭാഷകന്മാർ ഞങ്ങളൊന്നും 2012 വരെ മടവൂർ വിഭാഗത്തിനെതിരെ പ്രസംഗിക്കാൻ അധികമൊന്നും ഞങ്ങളാരും ഇറങ്ങിയിട്ടില്ല ആ ഘട്ടത്തിൽ. എന്നാൽ ഇവരൊക്കെ പ്രസംഗിച്ചു, അവരൊക്കെ കൊണ്ടുവന്ന് നമ്മളൊക്കെ പ്രസംഗിപ്പിച്ചു. ഒരുപാട് വേദികൾ അവർക്ക് വേണ്ടി സംഘടിപ്പിച്ചു. 2-3 മണിക്കൂർ സമയം പ്രസംഗിച്ചു പോകുമ്പോൾ 10-30 ക്ലിപ്പിട്ട് കാണിച്ചുകൊണ്ട് ഇതാ മടവൂർ വിഭാഗം ശക്തമായ ഹദീസ് നിഷേധത്തിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ പ്രഭാഷണത്തിന് വേണ്ടി വേദി ഒരുക്കി കൊടുത്ത, പണം ചെലവഴിച്ച, ഊർജം ചെലവഴിച്ച ആളുകളെ മുഴുവൻ നോക്കികുത്തിയാക്കി, വിഡ്ഢികളാക്കി 14 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങളൊക്കെ ഒന്നാണെന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഈ 14 കൊല്ലം അവർ ഹദീസ് നിഷേധി എന്ന് വിളിച്ച വിളി ന്യായമായിരുന്നുവോ അല്ലേ എന്ന ഒരു പരിശോധനയെങ്കിലും, ഒരു അന്വേഷണമെങ്കിലും സഹോദരൻ
സഹോദരന്മാരെ ആവശ്യമല്ലേ? എന്തെല്ലാം പ്രയോഗങ്ങൾ പറഞ്ഞു. അബ്ദുറഹ്മാൻ സലഫിയാണ് അബ്ദുസ്സലാം സുല്ലമിയെ കുറിച്ച് പറഞ്ഞത് പുതിയ ചേകന്നൂർ ജന്മമെടുക്കുന്നുവെന്ന്. ഒരു നിസ്സാരമായ വാക്കാണോ അത്? ഒരു പുതിയ ചേകന്നൂർ ജന്മമെടുക്കുന്നുവെന്ന് അബ്ദുസ്സലാം സുല്ലമിയുടെ ചില വീക്ഷണങ്ങളെ, അദ്ദേഹത്തിന് ചില വിശ്വാസങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താ? സംസം വെള്ളത്തിന് രോഗശമനയല്ല സംസം വെള്ളമെന്ന് അബ്ദുസ്സലാം സുല്ലമി എഴുതി. അതേപോലെ ഹജർ അസ്വദിന് യാതൊരു പുണ്യവുമില്ല, സാധാരണ കല്ലാണെന്ന് എഴുതി. ഖബർ ശിക്ഷ അത് ഇല്ലെന്നെഴുതി. സിറാത്ത് പാലം ഇല്ലെന്നെഴുതി. അതേപോലെ മസീഹുദ് ദജ്ജാൽ അതിനെ അങ്ങേറ്റം പരിഹസിച്ചുകൊണ്ട് പുതിയ ചില വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് മസീഹുദ് ദജ്ജാലിനെ അദ്ദേഹം പരിചയപ്പെടുത്തി. അതേപോലെ വ്യഭിചാരിയെ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലേണ്ടതില്ല എന്ന വാദവുമായി അദ്ദേഹം വന്നു. ആ നിലയ്ക്കുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇക്കാലം അത്രയും പരിചയമില്ലാത്ത പുതിയ ഒരുപാട് വാദങ്ങളുമായി വരികയും ആ വാദം സ്ഥാപിക്കാനായി സ്വഹീഹായ സ്ഥിരപ്പെട്ട ഹദീസുകളെപ്പോലും തള്ളിക്കളയുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും KNM വേദിയിൽ നിന്ന് അതിന്റെ നേതാക്കന്മാരും പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും പ്രഖ്യാപിക്കുകയുണ്ടായി, ഇവർ ഹദീസ് നിഷേധികളാകുന്നു. അന്ന് ആ വഅദ് കേൾക്കാൻ മുമ്പിൽ നിന്ന മനുഷ്യന്മാരാണല്ലോ നമ്മിൽ മഹാഭൂരിപക്ഷം ആളുകളും. 2012 വരെയുള്ള കാലം നമ്മൾ ഒന്നിച്ചെടുക്കാം. അതിന് ശേഷമുള്ളതാണല്ലോ വീണ്ടും നമ്മൾ പുതിയ വിവാദം ഉണ്ടായത്. 2002 മുതൽ 2012 വരെയുള്ള ആ 10 കൊല്ലം പരിശോധിക്കുക. ഒന്നിച്ചു നിന്ന് ഇതേപോലെ സ്റ്റേജിന് മുമ്പിൽ വന്നിരുന്ന് 2, 2.5, 3 മണിക്കൂർ ആ ആളുകൾ തടിച്ചുകൂടി ഇതുപോലെ പ്രസംഗിച്ച പ്രസംഗങ്ങൾ, കാണിച്ച ക്ലിപ്പുകൾ അതെല്ലാം കണ്ടുകൊണ്ട് അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടല്ലേ അന്ന് നമ്മൾ വഅദ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. എന്താണ് മനസ്സിലായത്? ആ വഅദൊക്കെ കഴിയുമ്പോൾ, അനസ് മുസ്ലിയാരുടെ പ്രസംഗം കഴിയുമ്പോൾ, ഹനീഫ് കായ്ക്കൊണ്ട പ്രഭാഷണം കഴിയുമ്പോൾ നമുക്കെന്ന് എന്താ മനസ്സിലായത്? അതെ, മടവൂർ വിഭാഗം ഹദീസ് വിഷയത്തിലേക്ക് പോയിരിക്കുന്നുവെന്നായിരുന്നു. എന്തായിരുന്നു കാരണം? അടിസ്ഥാന വിഷയങ്ങളിൽ തന്നെ അവർക്ക് തകരാറ് സംഭവിച്ചുവെന്നാണല്ലോ അന്ന് അവരൊക്കെയും സ്റ്റേജിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചത്. അവിടെയാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ ജിന്നും ശൈത്താനും ചർച്ചയ്ക്ക് വന്നത്. അവിടെയാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ മസീഹുദ് ദജ്ജാലും സംസം വെള്ളവും ഹജറുൽ അസ്വദും സിറാത്ത് പാലവും എല്ലാം ചർച്ചയ്ക്ക് വന്നത്. ഒരുപക്ഷെ അതിനു മുമ്പുള്ള കാലങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേര് പ്രവർത്തിക്കുന്ന ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് ഒരുപക്ഷെ ഈ വക വിഷയങ്ങളിൽ ചില ഒറ്റപ്പെട്ട വിരുദ്ധമായ നയങ്ങളും നിലപാടുകളും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ഔദ്യോഗിക ആദർശമായി അവരാരും പറഞ്ഞിരുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയില്ലെന്ന് വാദിച്ച ഒറ്റപ്പെട്ട ചില ആളുകൾ മുൻകാല മുജാഹിദ് പണ്ഡിതന്മാർ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. പക്ഷേ ആ വ്യക്തികളെ മാത്രം നയമായിട്ടായിരുന്നു അവർ സ്വീകരിച്ചത്. അവരത് സ്റ്റേജിൽ പ്രഖ്യാപിക്കുമായിരുന്നില്ല, ലേഖനങ്ങളിൽ എഴുതുമായിരുന്നില്ല, ഔദ്യോഗിക ജിഹ്വകളിൽ അതവിടെ ആശയമായി അവർ പറയുമായിരുന്നില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ അവർക്ക് ആ വിഷയത്തിൽ അങ്ങനെയാണ് കാഴ്ചപ്പാട്, അത് അവർ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. വേദികളിൽ ആ വക വിഷയങ്ങൾ അവർ പറയുമായിരുന്നില്ല. സമാനമായ വിഷയങ്ങളിൽ വിരുദ്ധമായ കാഴ്ചപ്പാടുള്ള ആളുകൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നുവെന്നുള്ളത് വിസ്മരിക്കുന്നില്ല. എന്നാൽ അതിൽ നിന്നും മാറി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഊർജം നൽകി, പണം നൽകി, സമയം ചെലവഴിച്ച്, അവർ അധ്വാനിച്ച് അവർ എടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ശബാബ് എന്ന വാരിക, പലപ്പോഴും പറയാറുണ്ട്, വർഷങ്ങളോളം ശബാബിന്റെ റീപ്പർ അഡ്രസ് എഴുതുകയും അത് ഒട്ടിക്കുകയും അതുകൊണ്ട് പോയി പോസ്റ്റ് ചെയ്യുകയും ചെയ്ത ആളായിരുന്നു പലപ്പൂർ ഉസ്താദ് അടക്കമുള്ള ആളുകൾ. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് സ്വന്തം മക്കളെ നോക്കുന്നത് പോലെ അതിനേക്കാളെ ഈ ആദർശ പ്രബോധന മേഖലയിൽ അതിനൊക്കെ വളർത്തിക്കൊണ്ടുവന്നിട്ട് അവസാനം ചില ആളുകൾ അതിനെ കൈവശപ്പെടുത്തുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൈക്കലാക്കുകയും ചെയ്തുകൊണ്ട് അതേ ശബാബിന്റെ പേജുകളിലൂടെ പച്ചയായ ഹദീസ് നിഷേധം പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ വേദനയോടെയാണെങ്കിലും ശരി ആ ശബാബിനെതിരെ സംസാരിക്കേണ്ട സാഹചര്യമാണല്ലോ മുജാഹിദുകൾക്കുണ്ടായത്. ശബാബിനെതിരെ ഒരു വാക്ക് പറയുക എന്നുള്ളത് ആദ്യഘട്ടങ്ങളിൽ പ്രയാസകരമായിരുന്നുവല്ലോ. മുജാഹിദുകൾക്ക് ആലോചിക്കാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. കാരണം അത്രയും ആദരവോടുകൂടി വായിക്കുകയും കൊണ്ടെടുക്കുകയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ആ ശബാബ് പ്രചരിപ്പിക്കുകയും ആളുകളെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ചിരുന്ന മുജാഹിദുകൾ തന്നെ തങ്ങളുടെ സ്റ്റേജിൽ വെച്ച് ശബാബിന്റെ ലേഖനം വായിച്ചുകൊണ്ട് ഇത് ഇസ്ലാമികമല്ലെന്ന് ആ ശബാബിനെതിരെ പ്രസംഗിക്കുന്ന, അതിനു ബദലെന്നോണം വിചിന്തനമെന്ന ഒരു സംവിധാനം പകരം കിട്ടിയപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ആ വിചിന്തനത്തെ ഏറ്റെടുത്ത ആളുകളായിരുന്നുവല്ലോ മുജാഹിദുകൾ. അവിടെയാണല്ലോ ആ ചർച്ചകളുടെ ആ ഭിന്നിപ്പിന്റെ മർമ്മം കിടക്കുന്നത്. എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച വന്നു. തൗഹീദ് ചർച്ച വന്നില്ലേ?
തൗഹീദ് ചർച്ച വന്നില്ലേ? എങ്ങനെയാ തൗഹീദ് ചർച്ച വന്നത്? എന്താ അതിന് കാരണം? മുജാഹിദ് പ്രസ്ഥാനം 921 മുതൽ 2000 വരെ പഠിപ്പിച്ച തൗഹീദ് വിഷയത്തിലെ കാഴ്ചപ്പാടെന്താ? അഭൗതികമായ കഴിവുകൾ അള്ളാഹുവിന് മാത്രം, അതാണല്ലോ അടിസ്ഥാനമായി നമ്മൾ പഠിപ്പിച്ചത്. നമ്മുടെയൊക്കെ നാടുകളിൽ ധാരാളം അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. എന്റെയൊക്കെ നാട്ടിൽ ഇപ്പോഴുമുണ്ട് അന്ധവിശ്വാസങ്ങൾ എമ്പാടും. മാലയും മൗലിദും റാത്തീബും കുത്തുബിയത്തും ഹദ്ദാദും സ്ഥിരമായി നടക്കുന്ന പ്രദേശങ്ങളാണല്ലോ ഇന്നും കേരളത്തിലെ മഹാഭൂരിപക്ഷ പ്രദേശങ്ങളും. അതേപോലെ എന്തു പ്രശ്നം വന്നാലും എന്ത് പ്രയാസം വന്നാലും മരിച്ചുപോയ അമ്പിയൊക്കെ വിളിച്ച് ഹാജരാക്കിക്കൊണ്ട് അവരെ കൊണ്ട് രക്ഷ തേടുന്ന, അവരെ കൊണ്ട് സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലായിരുന്നുവല്ലോ മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഉണ്ടായിരുന്നത്. മഴ ഇല്ലാതായാൽ കൊടിയെടുത്ത് നാടിന്റെ മുഖ്യമൂലകളിൽ ആ കൊടിയുമായി ഊരു ചുറ്റി അങ്ങനെ ആ കൊടി കൊണ്ട് അവിടെ മഴ പെയ്യുമെന്ന് വിശ്വസിക്കുന്ന ശിർക്കിൽ മുങ്ങിക്കുളിച്ച സമൂഹമായിരുന്നുവല്ലോ ഈ പ്രദേശമടക്കമുള്ള പ്രദേശങ്ങളിൽ ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിലെ കായൽപട്ടണത്തിൽ നിന്ന് ഏതൊരു ചങ്ങാതി എഴുതി ഉണ്ടാക്കിയ കുത്തുബിയ്യത്ത് വീട്ടില് വിളക്കൂതി ലൈറ്റ് ഓഫ് ആക്കി ഇരുട്ടത്തിരുന്ന് ആ മുറിയിൽ പൊടി വിതറിയിട്ട് അവിടെ വെച്ച് 1000 പ്രാവശ്യം യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ ആ ശൈഖ് ജീലാനി ഇറാഖിലെ ബഗ്ദാദിലെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരികയും നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ റൂമിലേക്ക് അദ്ദേഹം ഹാജരാവുകയും ഈ വിളിക്കുന്നവനെ പ്രശ്നമറിയുകയും ആ പ്രശ്നത്തിൽ ഇടപെടുകയും അത് പരിഹരിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നുവല്ലോ മഹാഭൂരിപക്ഷം ആളുകളും. എന്തിനും ഏതിനും എവിടുന്ന് വിളിച്ചാലും ശരി, വല്ല നിലത്തീനും എന്നെ വിളിപ്പോർക്ക് ബൈബിളത് തീരം ചെയ്യും ഞാനെന്നോ അവർന്ന ഈ മുഹിദ്ദീമാലയുടെ വരികൾ, കുത്തുബിയ്യത്തിന്റെ വരികൾ, മൗലീദിലെ വരികൾ അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഖുർആനിനേക്കാളും സ്ഥാനത്ത് ആ പദ്യങ്ങളെയും ഗദ്യങ്ങളെയും സ്വീകരിക്കുകയും അങ്ങനെ അവരൊക്കെ വിളി കേൾക്കുന്നവരായി, അവരൊക്കെ തേടിയാൽ ആ തേട്ടം സ്വീകരിക്കുന്നവരായി, അവരോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുന്നവരായി, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യുന്നവരായി, അഭൗതികമായ കഴിവുള്ളവരായി, അദൃശ്യമായ കഴിവുള്ളവരായി ഈ സമുദായത്തിലെ സമസ്ത വിഭാഗം സമൂഹത്തെ പഠിപ്പിച്ചപ്പോൾ ശരിയല്ലെന്ന് പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണല്ലോ ആത്യന്തികമായ മുജാഹിദുകൾ. നമ്മളൊരു പക്ഷേ ഹോസ്പിറ്റൽ സ്ഥാപിച്ചിട്ടുണ്ടാവാം, ഒരുപക്ഷെ സ്കൂളുകളും കോളേജും ഉണ്ടാക്കിയിട്ടുണ്ടാകാം, അതേപോലെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതിനൊന്നും വേണ്ടി ആയിരുന്നില്ല മർമ്മപ്രധാനമായി മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത്. നേരെ മറിച്ച് വിശ്വാസരംഗത്തെ തകരാറുകളെ, പാളിച്ചകളെ സമുദായത്തെ ബോധ്യപ്പെടുത്തുവാനും തൗഹീദിലേക്ക് ക്ഷണിക്കുവാനും തന്നെയാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം രൂപം കൊണ്ടത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനങ്ങൾ കേരള മുസ്ലിം ഐക്യ സംഘം 921 മുതൽ 33 വരെയുള്ള 12 കൊല്ലങ്ങളിൽ നടത്തിയ 14 മഹാസമ്മേളനങ്ങൾ ആ ചരിത്രമാണല്ലോ വിളിച്ചോതുന്നത്. 12 കൊല്ലങ്ങളിലായി 14 സമ്മേളനങ്ങൾ 14 ജില്ലകളിലായി അന്ന് കേരള മുസ്ലിം ഐക്യ സംഘം നടത്തുകയും കേരള മണ്ണിൽ ഒരു തൗഹീദിന്റെ പടയോട്ടം തന്നെ തീർക്കുകയും ചെയ്ത ഘട്ടത്തെ പറ്റി മുൻഗാമികൾ എഴുതി വെച്ചത് വായിച്ചതോർക്കുകയാണ്. ശേഷം ഐക്യസംഘം സ്വയം പിരിഞ്ഞു പോവുകയും ജംഇയ്യത്തുൽ ഉലമയെ അത് ഏൽപ്പിക്കുകയും അങ്ങനെ കേരള ജംഇയ്യത്തുൽ ഉലമ 950 വരെ വളരെ കൃത്യമായ, സ്തുത്യർഹമായ, തുല്യതയില്ലാത്ത ഒരു വലിയ മുന്നേറ്റം തന്നെ ദഅ്വാരംഗത്ത് നടത്തുകയും 950 ആയപ്പോഴേക്ക് ഒരു വലിയ സമൂഹം തന്നെ തൗഹീദിന്റെ വഴിയിൽ അണിനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അങ്ങനെയാണ് 950-ൽ KNM രൂപീകരിക്കപ്പെടുന്നത്. 300 ചില്ലാനം മെമ്പർമാരാണ് KNM രൂപീകരിക്കുമ്പോൾ ഒന്നാമത്തെ വർഷത്തിൽ KNM എന്ന ഒരു മഹാപ്രസ്ഥാനത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി മെമ്പർഷിപ്പ് എടുക്കാൻ അന്നുണ്ടായത് 300 ചില്ലാനം ആളുകളാണ്. ഇന്ന് നമുക്കൊരു യൂണിറ്റിൽ തന്നെ 300, 400, 500 മെമ്പർമാരുള്ള സാഹചര്യമുണ്ടായി. അന്ന് കേരളം മൊത്തം സംസ്ഥാനം ഒന്നിച്ചെടുത്താൽ KNM-ലെ ഒന്നാമത്തെ ലിസ്റ്റിൽ അന്നത്തെ മെമ്പർഷിപ്പ് 300 ചില്ലാനം ആളുകൾ. ആ ലിസ്റ്റ് നമുക്ക് ഇന്നും ലഭ്യമാണ് വേണമെങ്കിൽ. അങ്ങനെ അവിടെ നിന്ന് ആരംഭിച്ച് 67 ISM ഉണ്ടായി, പിന്നെ MSM ഉണ്ടായി, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഘടകങ്ങൾ രൂപീകരിക്കുകയും അതെല്ലാം ഈ തൗഹീദി പ്രബോധനത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു. നൂറുകണക്കായ വാദപ്രതിവാദങ്ങൾ, പൂഞ്ഞൂർ സംവാദവും പുളിക്കൽ സംവാദവും താനാളൂർ സംവാദവും അടക്കമുള്ള അന്നത്തെ വലിയ 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 സംവാദങ്ങളൊക്കെ ഈ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയായിരുന്നുവല്ലോ. എടവണ്ണ അലവി മൗലവിയും MCC സഹോദരന്മാരും KM മൗലവിയും അടക്കമുള്ള അന്നത്തെ ഏറ്റവും ഉന്നതരായ പണ്ഡിതന്മാരൊക്കെയും ആ വാദപ്രതിവാദങ്ങൾക്ക് നേതൃത്വം നൽകിയത് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും.
അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, മതത്തിലെ തെറ്റായ ധാരണകൾക്കെതിരെയെല്ലാം അതിശക്തമായി എവിടെയും കയറി ചെന്ന് വേണമെങ്കിൽ ഏത് സമസ്ത പുരോഹിതനുമായും ഏറ്റുമുട്ടാൻ മുജാഹിദുകൾ തയ്യാറാണ് എന്ന പ്രഖ്യാപനം തന്നെയായിരുന്നു അന്നത്തെ സംവാദങ്ങളിൽ. ഉമർ മൗലവി റഹിമഹുള്ളയുടെ ഓർമ്മകൾ തീർത്ത് എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്ന ആ സംവാദങ്ങളുടെ ദീർഘമായ ചരിത്രമുണ്ട്. അതിൽ കാണാം ചാലിയം സംവാദം എന്നൊരു സംവാദം. നമ്മുടെ വീട്ടിൽ ഉണ്ടാകാം പുസ്തകം, ഒന്ന് പോയി വായിച്ചു നോക്കുന്നതാണ്. ചാലിയം സംവാദം. ആ ചാലിയത്ത് നടന്ന സംവാദം 1940-കളിൽ ചാലിയത്ത് വെച്ച് നടന്ന സംവാദം. ഉമർ മൗലവി എഴുതുന്നു, എന്തിനായിരുന്നു സംവാദമെന്നോ, തലയിൽ മുടി വളർത്തിയവനെ കൊല്ലണോ വേണ്ടേ എന്നായിരുന്നു വിഷയമെന്ന. സുന്നികളെ വാദം തലയിൽ മുടി വളർത്തിയവനെ കൊല്ലണമെന്ന് ബുഖാരി മുസ്ലിമിലുണ്ട്. അങ്ങനെ ഇല്ല എന്ന് മുജാഹിദുകളെ വാദവും. കെ.എം. മൗലവി റഹിമഹുല്ല അന്ന് അബ്ദുസ്സമദ് കാത്തിബിനെയും അതേപോലെ ഉമർ മൗലവിയെയും റഹിമഹുമുല്ല രണ്ടുപേരും അന്ന് കെ.എം. മൗലവിയുടെ കീഴിൽ ശിഷ്യന്മാരായി പഠിക്കുകയാണത്രേ. ആ രണ്ടുപേരെയും പറഞ്ഞയച്ചു കൊടുത്തു, നിങ്ങൾ പോവുക, നിങ്ങൾ മതി ആ വിഷയം കൈകാര്യം ചെയ്യാൻ. അബ്ദുസ്സമദ് കാത്തിബും ഉമർ മൗലവിയും രണ്ടുപേരും ചെന്ന് മറുഭാഗത്തിരിക്കുന്നത് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരാണ്. തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് പ്രത്യേകമായി കൊണ്ടുവന്ന് വഹാബികളെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി കച്ചകെട്ടിറങ്ങി കൊണ്ടുവന്ന ആളായിരുന്നുവല്ലോ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. വഹാബികളെ പേടി സ്വപ്നമെന്നാണ് അന്ന് സമസ്തക്കാരെ പറഞ്ഞിരുന്നത്. തിരുവങ്ങാട് യത്തീംഖാന സ്ഥാപിക്കുമ്പോൾ ആ യത്തീംഖാനയുടെ മുമ്പിൽ വന്ന് ദുആ സമ്മേളനം സംഘടിപ്പിച്ചിട്ട് ഈ പതിമുസ്ലിയാരാണ് പ്രാർത്ഥിച്ചത്, പഠിച്ചവനെ യത്തീംഖാന എന്ന് പറഞ്ഞാൽ ഖാന എന്ന് പറഞ്ഞാൽ തിന്നുക എന്നാണ്. യത്തീംഖാന എന്ന് പറഞ്ഞാൽ യത്തീമിനെ തിന്നാനാണ്. അതുകൊണ്ട് യത്തീമിനെ തിന്നാനുള്ള ഈ രീതി നീ അനുവദിക്കുന്ന റബ്ബേ എന്ന് പറഞ്ഞ് യത്തീംഖാനെ പൊളിക്കാൻ വേണ്ടി, പൊളിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. കെ.എം. മൗലവി പറഞ്ഞു അത്രേ, അയാളേതായാലും പ്രാർത്ഥിച്ച് പഠിച്ചവനോടല്ലേ, ഞങ്ങളെ ഇഖ്ലാസ് അല്ലാഹ്ക്കറിയാം. അതുകൊണ്ട് ആ ദുആ ഞങ്ങളാരും ഭയപ്പെട്ടില്ല. ഞങ്ങൾക്കുള്ള പേടി ആ ദുആ സമ്മേളനം ഇങ്ങനെ ആവേശം കൊണ്ട് എല്ലാവരും അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തുമ്പോഴെങ്ങാനും ഈ മുസ്ലിയാർ പ്രഖ്യാപിക്കുമോ, എല്ലാവരും കൂടെ ചെന്നിട്ട് ആ യത്തീംഖാനയുടെ ഓരോ കല്ലെടുത്ത് പോരൂ എന്ന് പറഞ്ഞാൽ ഒന്നാകെ പൊളിച്ചു പോകും, ആ ആഹ്വാനം ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടുള്ളൂ. ആ പ്രാർത്ഥനയെ ഞങ്ങൾക്ക് പേടിയില്ല. കാരണം റബ്ബിനോട് തേടുന്നു, റബ്ബിനറിയാം ഇത് യത്തീമിനെ വഞ്ചിക്കാനല്ല, ഇത് യത്തീമിനെ സംരക്ഷിക്കാനാണ് എന്ന്. അങ്ങനെ വന്നൊരു ഘട്ടമല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്. മഹല്ലുകളിൽ ബഹിഷ്കരണം ഏർപ്പെടുത്തപ്പെട്ട ആളുകൾ, ഖബർസ്ഥാൻ ബഹിഷ്കരിക്കപ്പെട്ടവർ, മരിച്ച മയ്യിത്തുമായി ദിവസങ്ങളോളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്ന ഘട്ടങ്ങൾ നമുക്കറിയാമല്ലോ ചരിത്രം. മൂക്കുതല വിവാദം എന്തിനായിരുന്നു? മരിച്ച മുല്ലാക്കയുടെ മകൻ വഹാബിയാണ് എന്ന ഒറ്റക്കാരത്താൽ ആ മയ്യിത്ത് മറമാടാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് മയ്യിത്തുമായി വന്ന് പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് തിരിച്ചു പോവുകയും അവർ ആ മയ്യത്തെടുത്ത് തിരിച്ച് അവിടെ കൊണ്ടുപോയി വെക്കുകയും 5 ദിവസം ആ മയ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അവസാനം കോടതി വിധി വന്നിട്ട് ആ വിധിയുമായി പോലീസിന്റെ സാന്നിധ്യത്തിൽ മാത്രം മറമാടാൻ അനുവാദമുണ്ടാവുകയും ചെയ്ത ചരിത്രം കഴിഞ്ഞു പോയിട്ടില്ലേ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്? എന്തിനായിരുന്നു അത്? മുജാഹിദുകൾ തൗഹീദ് പറഞ്ഞുവെന്ന ഒറ്റക്കാരണത്താൽ അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ, അവനോടെ തേടാവൂ, അവന് മാത്രമേ സഹായിക്കാൻ കഴിയൂ, അവന് മാത്രമേ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കഴിയൂ, അവന് മാത്രമേ അഭൗതികമായി കഴിവുള്ളൂ, അവന് മാത്രമേ അദൃശ്യമായി കഴിവുള്ളൂ, മറ്റാർക്കും അങ്ങനെ കഴിവില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ ഒറ്റക്കാരണത്താൽ മാത്രം. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ് എന്ന് മുൻഗാമികളായ അസ്ഹാബുൽ ഉഖ്ദൂദിനെ കുറിച്ച് പറഞ്ഞതുപോലെ അതിന്റെ തനി ആവർത്തനമായിരുന്നുവല്ലോ കേരളത്തിൽ നമ്മൾ കണ്ടത്. കൊല്ലപ്പെട്ട മനുഷ്യന്മാരുണ്ട് അതിന്റെ പേരിൽ, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട മനുഷ്യന്മാരുണ്ട് അതിന്റെ പേരിൽ, കുടിയിറക്കപ്പെട്ട മനുഷ്യന്മാരുണ്ട് അതിന്റെ പേരിൽ, വീട്ടിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ആളുകളുണ്ട് അതിന്റെ പേരിൽ, മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങൾ മുറിച്ചു പോകേണ്ടി വന്ന മനുഷ്യന്മാരുണ്ട് അതിന്റെ പേരിൽ, ഭാര്യമാർ തൊലാഖ് ചൊല്ലേണ്ടി വന്ന ആളുകളുണ്ട് അതിന്റെ പേരിൽ. ഉണ്ടായില്ലേ ഈ തൗഹീദ് പറഞ്ഞതിന്? എന്നിട്ടും അങ്ങനെയൊക്കെയായിട്ടും ഒരൊറ്റ മുജാഹിദുകാരൻ തിരിച്ചാലോചിച്ചില്ല. ഇത്ര വലിയ പ്രയാസാണെങ്കിൽ ഞാനേതായാലും മടങ്ങിപ്പോകട്ടെ ശിർക്കിലേക്ക് എന്ന് ഒരാൾ പോലും ആലോചിച്ചില്ല. തൗഹീദിലേക്ക് വന്ന ഒരു മനുഷ്യൻ തിരിച്ചു പോകുന്നതിനെ പറ്റി ചിന്തിച്ചില്ല, ശിർക്ക് ചെയ്താലോ എന്ന് ആലോചിച്ചില്ല. തൽക്കാലം നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, മഹലിന് വേണ്ടി, ഖബർസ്ഥാന് വേണ്ടി, മരിച്ചാൽ ഒരു 6 അടി മണ്ണ് കിട്ടാൻ വേണ്ടി ഞാൻ തൽക്കാലം ശിർക്കിന്റെ കൂടെ കൂടുകയാണ്, എന്നാൽ എനിക്ക് ഖബർസ്ഥാൻ അനുവദിക്കപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോലും ശിർക്കിന്റെ വഴിയിലേക്ക് മാറിപ്പോകാൻ അന്ന് ആലോചിച്ചിട്ടില്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നൽകിയ 9 ഉപദേശങ്ങൾ ഹദീസിൽ കാണാൻ കഴിയും. ആ 9 ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം എന്താ? ലാ തുശ്രിക് ബില്ലാഹ് വഇൻ ഖുത്തിഅത ഔ മുസ്സിൽത. അല്ലയോ അബൂദർ,
ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ല. വഇൻ ഖുത്തിഅത, നിന്നെ കഷ്ണമാക്കി നുറുക്കപ്പെട്ടാലും ശരി, ഔ മുസ്സിൽത, അല്ലെങ്കിൽ നിന്റെ അംഗവിച്ഛേദനം ചെയ്യപ്പെട്ടാലും ശരി, കൈകാലുകൾ മുറിക്കപ്പെട്ടാലും കണ്ണും കാതും ചൂഴ്ന്നെടുക്കപ്പെട്ടാലും ശരി, നിന്റെ ശരീരം ഇഞ്ചിഞ്ചായി കുത്തി നുറുക്കപ്പെട്ടാലും ശരി, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കല്ല. അബൂദർ ഗിഫാരിക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഒന്നാമത്തെ ഉപദേശമാണ്. ആ ഉപദേശം ഏറ്റെടുത്തവരായിരുന്നു മുജാഹിദുകൾ. നാട് ബഹിഷ്കരിക്കപ്പെട്ടാലും ശരി, എന്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പ്രഖ്യാപിച്ചവർ. വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടാലും ശരി, എന്റെ മയ്യിത്ത് മറമാടപ്പെടാതെ ചീഞ്ഞു നാറിപ്പോയാലും ശരി, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ഞാൻ സന്നദ്ധനല്ലെന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു മുജാഹിദുകൾ. അതുകൊണ്ട് തന്നെ ആ മുജാഹിദുകൾ അതിശക്തമായി ആദർശ രംഗത്ത് നിലകൊണ്ടു. അതിനുവേണ്ടി വാദപ്രതിവാദങ്ങൾ ഏർപ്പെട്ടു, അതിനുവേണ്ടി ഖണ്ഡന മണ്ഡനങ്ങൾ നടന്നു. നാട്ടിൽ വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ 4, 5, 6, 7 തവണ വരെ ഖണ്ഡനങ്ങൾ നടന്ന സാഹചര്യമുണ്ടായി, വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, അവിടെയാണ് ചാലിയം സംവാദം ഉണ്ടാകുന്നത് ആ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുമായിട്ട്. അന്ന് ചാലിയത്ത് 1 2 വഹാബികളെ ഉള്ളുന്ന ഉമർ മൗലവി പറയുന്നത്. അവിടെ വന്ന് മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നു, എന്നിട്ട് പറയുന്നു തലയിൽ മുടി വളർത്തിയവനെ കൊല്ലണമെന്ന് ബുഖാരി മുസ്ലിമിലുണ്ട്. 2 ദിവസത്തെ വഅദ. ഈ വഹാബിയൊക്കെ മനസ്സിലായി, നാളെ കൂടി വഅദ കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളത്തെ വഅദിന്റെ അവസാനം ഞങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്നവർക്ക് മനസ്സിലായി. അന്ന് സമസ്തക്കാര് മുടി വളർത്താറില്ല, മുടി വളർത്താൻ പാടില്ലെന്ന ഒരു വിശ്വാസം. 4 പാടും വെട്ടി അതിന്റെ നടുവിലൊരു ചട്ടി, ഇബ്ലീസിന്റെ കുട്ടി നരകത്തിലേക്ക് തട്ടി എന്നാണ് അന്ന് മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചത്. മുടി വളർത്തിയാൽ ഇബ്ലീസിന്റെ കുട്ടിയാണ്, നരകത്തിലേക്ക് തട്ടാനുള്ളതാണ് എന്നാണ്. അതിനെതിരെ രംഗത്തിറങ്ങിക്കൊണ്ടാണ് മുടി വളർത്താൻ അനുവാദമുണ്ട്, ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മുടി വളർത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ അന്നത്തെ സാഹചര്യത്തിൽ മുജാഹിദുകൾ മുടി വളർത്തി. അപ്പോഴാ മുടി വളർത്തിയവനെ കൊല്ലണമെന്ന് ബുഖാരി മുസ്ലിമിനുണ്ട് എന്നും പറഞ്ഞ് രംഗത്തിറങ്ങിയത്. അവിടെയാണ് ഒന്നാമത്തെ ദിവസം വഴന്നു കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ അവിടെ ഉള്ള വഹാബിയാള് തിരുവങ്ങാടിക്ക് വന്നിട്ട് KM മൗലവി വന്ന് കണ്ടു പറഞ്ഞു, ഇന്നലെ വഴന്നു കഴിഞ്ഞപ്പോഴേക്കിന് ഞങ്ങളത് കഴിഞ്ഞു, ഇന്നും കൂടെ വഴന്നു കിടന്നാൽ ഉറപ്പാണ് ഞങ്ങളെ തല പോകും. അങ്ങനെയാണ് ഉമർ മൗലവി അബ്ദുൽ സമദ് ഖാത്തിബിനെയും KM മൗലവി അബ്ദുൽ സമദ് ഖാത്തിബിനെയും ഉമർ മൗലവിയെയും പറഞ്ഞയക്കുന്നത് സംവാദം നടത്താൻ വേണ്ടി. ഞാൻ പറഞ്ഞു വന്നത് ആ വിഷയത്തിൽ വരെ വേണമെങ്കിൽ ആവശ്യമുള്ളയിടത്ത് ഒരു സംവാദത്തിന് മുജാഹിദ് പ്രസ്ഥാനം തയ്യാറായിട്ടുണ്ട്. ആദർശ രംഗത്ത് മുജാഹിദുകൾ മുന്നോട്ട് വെച്ച ആദർശത്തിൽ ഏതൊന്നിനെ ചോദ്യം ചെയ്താലും ശരി, അവിടെ കൃത്യമായി പ്രമാണം മുമ്പിൽ വെച്ചുകൊണ്ട് സ്ഥാപിക്കാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ളയിടത്ത് മറുഭാഗത്ത് പതി മുസ്ലിയാരാവട്ടെ ഏത് മുസ്ലിയാരുമാകട്ടെ ആ മുസ്ലിയാരുമായി ഏറ്റുമുട്ടാൻ ഈ 2 വിദ്യാർത്ഥികൾ മതി എന്ന് KM മൗലിക്ക് അന്ന് മനസ്സിലായെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദർശ രംഗത്തെ കണിശതയായിരുന്നു, അന്നത്തെ പരിശുദ്ധിയായിരുന്നു സഹോദരന്മാരെ അതിനുള്ള പ്രചോദനം. അങ്ങനെ 2000 വരെ കൃത്യമായി ആ തൗഹീദി പ്രബോധന മേഖലയിൽ അങ്ങേയറ്റ സന്തോഷത്തോടു കൂടി പരസ്പരമുള്ള ബന്ധത്തോടു കൂടി വല്ലാത്തൊരു ആത്മബന്ധവും വല്ലാത്തൊരു സ്നേഹവും മുജാഹിദുകൾ തമ്മിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. 2000 ആണ്ടിലതാ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില പുതിയ വാദങ്ങൾ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഫൈസിയായ മുസ്ലിയാർ പറഞ്ഞത് മടവൂർ വിഭാഗം ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ സഹോദരങ്ങളെ അത് പറയാൻ അവർക്കുണ്ടായ പ്രചോദനം. ഐക്യപ്പെടുമ്പോൾ ആലോചിക്കേണ്ടതല്ലേ എന്തായിരുന്നു അതിന് സംഭവിച്ചത് എന്ന്. നമ്മൾ പറയുന്നു സമസ്തക്കാർ അല്ലാഹു അല്ലാത്തവർക്ക് അബൗദിയ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചവരാണ് എന്ന്. എവിടുന്ന് വിളിച്ചാലും അവരൊക്കെ കേൾക്കുമെന്ന്, ഹാജരാകുമെന്ന്, സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു സമസ്തക്കാർ. ആരെക്കുറിച്ച്? അമ്പിയാക്കളെ കുറിച്ച്, ഔലിയാക്കളെ കുറിച്ച്, ശുഹദാഇനെ കുറിച്ച്, സ്വാലിഹികളെ കുറിച്ച്, ജിന്നുകളെ കുറിച്ച്, മലക്കളെ കുറിച്ച് എല്ലാം അവർക്കുള്ള വിശ്വാസം അതാണ്. ഖുതുബിയത്തിൽ കാണാം 15 ജിന്നുകളെ പേര് വിളിച്ചിട്ടുള്ള തേട്ടം. ഖുതുബിയത്ത് നടത്തുമ്പോൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് ഖുതുബിയത്ത് നടത്തുമ്പോൾ ആ ഖുതുബിയത്തിന്റെ മുന്നോടിയായി ചെല്ലാനുള്ള ചില പ്രാർത്ഥനയുണ്ട്. അതിന്റെ മുന്നോടിയായി ഫാത്തിഹ സൂറത്ത് ഓതി ആ ഫാത്തിഹയും ചില സൂറത്തുകളും ചില മഹാന്മാരിലേക്ക് അത് ഹദിയ ചെയ്ത് പാർസലാക്കിയിട്ടാണ് ഖുതുബിയത്ത് ആരംഭിക്കുക. ആ കൂട്ടത്തിൽ കാണാം മദ്ഹബ് വതംറയാൻ വഹസ്തശ്രകൂസ് വമൈമൂൻ വസൗബഅ തുടങ്ങി 15 പേരുകൾ. എന്താ ഈ 15 പേര്? അവർ അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം, അല്ലാഹുവിനോടും സുലൈമാൻ നബിയോടും കരാർ ചെയ്ത് ബൈഅത്ത് ചെയ്തു വന്ന ജിന്ന ഔലിയാക്കന്മാരാണ് ഈ 15 പേരെന്നാണ്.
അങ്ങനെ ജിന്നിനെ വിളിച്ച് തേടുന്ന സാഹചര്യം സമസ്തക്കാർക്കുണ്ടായിരുന്നു. മലക്കളെ വിളിച്ച് തേടുന്ന സാഹചര്യം സമസ്തക്കാർക്ക് അന്നും ഇന്നുമുണ്ട്. മൗലിദ് കിതാബിൽ കാണാം ചില പ്രാർത്ഥനകൾ. അതിനവസാനം കാണാം അജ്ബിയാ ജബ്രായീൽ വയാ മീകായീൽ വയാ ഇസ്രാഫീൽ വയാ അസ്രായീൽ വയാ തൻകാഫീൽ. ജിബ്രീലെ ഉത്തരം ചെയ്യണേ, മീകായിലെ ഉത്തരം ചെയ്യണേ, ഇസ്രാഫീലെ ഉത്തരം ചെയ്യണേ, അസ്രായീലെ ഉത്തരം ചെയ്യണേ, തൻകാഫീലെ ഉത്തരം ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ചില മലക്കളെ പേരാണെന്നും പറഞ്ഞ് കുറെ പേര് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഉത്തരം ചെയ്യുമെന്ന് സമസ്തക്കാർ വിശ്വസിക്കുന്നു ഇന്നും. മുഹീദ്ദീൻ ഷെയ്ഖ് മരിച്ചു മറവിട്ട് പോയെങ്കിലും നമ്മൾ ഈ നന്മണ്ട എന്ന് വിളിച്ചാലും ശരി, ബഗ്ദാദിൽ നിന്ന് ഷെയ്ഖ വിളി കേൾക്കുമെന്നും എന്നെ അറിയുമെന്നും ഈ നാട്ടിലേക്ക് ഓടിയെത്തുമെന്നും എന്നെ സഹായിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചാൽ റസൂൽ വരുമെന്ന് വിശ്വസിക്കുന്നു. യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്തി ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. സ്ഥിരമായി പ്രഖ്യാപിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ ഖുദ് ബിയദി, എന്റെ കൈ പിടിക്കണേ റസൂലേ, എന്റെ കൈ പിടിക്കണേ റസൂലേ. ഖല്ലത്തി ഹീലതി, എന്റെ തന്ത്രങ്ങൾ വളരെ കുറവാണ്, യാതൊരു തന്ത്രങ്ങളും ഇല്ലാത്തവനാണ്, വളരെ സാധുവാണ് ഞാൻ. അതുകൊണ്ട് അദ്രിക്നി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്നെ പ്രാപിക്കണേ, എന്നെ പ്രാപിക്കണേ, എന്റെ കൈ പിടിക്കണേ എന്ന് വിളിച്ചു കൂവുന്നു പള്ളികളിൽ നിന്ന് പോലും. എന്താ ഓല വിശ്വാസം? അവർക്കെല്ലാം അഭൗതികമായ കഴിവുണ്ട്. മരിച്ചാലും ശരി കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, സഹായിക്കാൻ കഴിയും, ഓടിയെത്താൻ കഴിയും. ഈ ഭൗതികമായ സംവിധാനങ്ങൾ അവർക്ക് ആവശ്യമില്ല. നമുക്കല്ലേ ഭൗതികമായ കണ്ണും ഭൗതികമായ കാതും ഭൗതികമായ കൈയും ഭൗതികമായ കാലും, അതൊക്കെ നമുക്കല്ലേ. ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും അതൊന്നും ബാധകമല്ല. അവരൊക്കെ ഈ ഭൗതികമായ സംവിധാനങ്ങൾക്ക് അതീതമായി അഭൗതികമായി കേൾവിയുള്ളവരാ, അഭൗതികമായി കാഴ്ചയുള്ളവരാ, അഭൗതികമായി സഹായിക്കാൻ കഴിയുന്നവരാ, അഭൗതികമായി ഓടിയെത്താൻ കഴിയുന്നവരാ, അഭൗതികമായി ദുആ കേൾക്കുന്നവരാ, അഭൗതികമായി മനസ്സറിയുന്നവരാ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമാ ഞാൻ ഇങ്ങാട് കൽഭാഗമെന്നോവർ എന്നാണ് അവരുടെ അടിസ്ഥാന വിശ്വാസം. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടുകൊണ്ട് പറഞ്ഞത്, ഇല്ല കൂട്ടരെ, അഭൗതികമായ കഴിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ, അഭൗതികമായ കേൾവി അള്ളാഹുവിനെ ഉള്ളൂ, അഭൗതികമായ കാഴ്ച അള്ളാഹുവിനെ ഉള്ളൂ, അഭൗതികമായ സഹായിക്കാനുള്ള ശേഷി റബ്ബിനെ ഉള്ളൂ, അഭൗതികമായി ദോഷം വരുത്താൻ ആ റബ്ബിനെ കഴിയൂ, മറ്റാർക്കും സാധ്യമല്ല. അപ്പൊ സമസ്തക്കാർ ചോദിച്ചു, മലക്കുകൾ വിശ്വാസികളെ സഹായിക്കുമെന്നത് ഖുർആനും ഹദീസും പഠിപ്പിച്ചതല്ലേ, അത് അഭൗതികമല്ലേ? മുജാഹിദ് അല്ല, അതും അഭൗതികമല്ല. അതെന്തേ അങ്ങനെ? മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു കൊടുത്തു, മലക്കുകൾ സഹായിക്കുന്നത് ഒരു പക്ഷെ നമ്മൾ കാണില്ലായിരിക്കാം, നമ്മുടെ കണ്ണിൽ പെടില്ലായിരിക്കാം, അത് ആപേക്ഷികമായി അദൃശ്യമായിരിക്കാം എന്നല്ലാതെ അല്ലാഹു തആല സഹായിക്കുന്ന തരത്തിൽ അദൃശ്യമായി സഹായിക്കതല്ല, അഭൗതികമായി സഹായിക്കതല്ല, മറഞ്ഞ വഴിയിൽ സഹായിക്കതല്ല, കാരണങ്ങൾക്ക് അതീതമായി സഹായിക്കതല്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അവർ ചോദിച്ചു, ജിന്നുകളെ ഉപദ്രവം ഉണ്ടാവില്ലേ, പിശാചുകളെ ഉപദ്രവം ഉണ്ടാവില്ലേ, ആ ജിന്നുകൾ അവനെ പൂജിക്കുന്ന ആളുകളെ സഹായിക്കാൻ സന്നദ്ധരായി ഉണ്ടാവില്ലേ? ഉണ്ടാവാം. അത് ഖുർആൻ പഠിപ്പിച്ചതാണ്, ഹദീസ് പഠിപ്പിച്ചതാണ്. പിശാച് അവന്റെ ഔലിയാക്കൾക്ക് വഹി നൽകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലയൂഹൂന ഇലാ ഔലിയാഇഹിം, പിശാച് അവന്റെ ഔലിയാക്കന്മാർക്ക് വഹി നൽകുമെന്നാണ്. പിശാചിന്റെ ഔലിയാക്കന്മാരായി രംഗത്ത് വരുന്നവർ, പിശാചിന്റെ മിത്രങ്ങളായി രംഗത്ത് വരുന്നവർ, അവർക്ക് വഹി നൽകും. ആരാ പിശാചിന്റെ ഔലിയാക്കന്മാർ? ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോകാനുള്ള ഏജന്റുമാരായി പ്രവർത്തിക്കുന്നവർ. പേര് തങ്ങളെന്നായിരിക്കാം, ബീവി എന്നായിരിക്കാം, മുസ്യാൻ എന്നായിരിക്കാം, ഹോജ എന്നായിരിക്കാം, പണിക്കനെന്നായിരിക്കാം, കണക്കനെന്നായിരിക്കാം, എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ആളുകളെ ശിർക്കിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ അവിടെ കാത്തിരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ ശൈത്വാന്റെ ഔലിയാക്കന്മാരാ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കിതാബുണ്ട്, അൽ ഫുർഖാനു ബൈന ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇ ശൈത്വാൻ എന്ന പേരിൽ. അള്ളാന്റെ ഔലിയാക്കളെയും ശൈത്താന്റെ ഔലിയാക്കളെയും വേർതിരിക്കൽ എന്നാണ് ആ കിതാബിന്റെ പേര് തന്നെ. ഏകദേശം ആ കിതാബ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ജമിയത്തുൽ ഉലമയുടെ ഫത്വ ബോർഡ് ചെയർമാനായിരുന്ന കുഞ്ഞീദ് മദീനി റഹിമഹുല്ലാഹ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകം രചിക്കുന്നത്. അതിന് മറുപടിയായിട്ടാണ് സുലൈമാൻ സഖാഫി മാളിയേക്കൽ അതേ പേരിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പേരിൽ അയാൾ പുസ്തകം എഴുതിയത്. അതിന് മറുപടി എഴുതണമെന്ന് മൗലവി ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് അവസരം കിട്ടിയില്ല. അതിനു മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി. അങ്ങനെ ഈ വക ഔലിയാക്കന്മാരെ ശൈത്താൻ സഹായിച്ചേക്കാം. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചുവല്ലോ, റസൂലേ, ജ്യോത്സ്യന്മാരെ കുറിച്ച് എന്താ അഭിപ്രായം? നബി തങ്ങൾ പറഞ്ഞു, ലൈസു ബിശൈഇൻ, അവർ ഒന്നുമല്ല, അവർ ഒന്നുമല്ല. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അവർ പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാകുന്നുണ്ടല്ലോ?
നബി തങ്ങൾ പറഞ്ഞു, അത് സത്യമാകുന്നുണ്ട്. അതൊരിക്കലും മറഞ്ഞ കാര്യം അറിയാൻ കഴിവുണ്ടായത് കൊണ്ടല്ല, അത് അവർക്ക് അഭൗതികമായ കഴിവുണ്ടായിട്ടല്ല, അവർക്ക് അദൃശ്യമായ കഴിവുണ്ടായിട്ടല്ല. പിന്നെ എങ്ങനെയാണ് അറിയുന്നത്? അത് പിശാചുക്കൾ തട്ടിയെടുത്ത വാർത്തകൾ, അതിന്റെ കൂടെ 100 കളവും ചേർത്തിട്ട് ആ ജോത്സ്യന്റെ കാതിൽ പോയി കുറുകി മന്ത്രിച്ചു കൊടുക്കുകയാണ്. കോഴി കുറുകുന്നത് പോലെ അവന്റെ കാതിൽ ചെന്ന് കുറുകി മന്ത്രിച്ചു കൊടുക്കുന്നു. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലെ അവസാന അധ്യായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ നൽകുന്നു. ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം ലാസ്റ്റ് അധ്യായം വിവിധ വിഷയങ്ങൾ എന്ന അധ്യായത്തിൽ അമാനി മൗലവി റഹിമഹുല്ലാ വളരെ വിശദമായി ജ്യോത്സ്യന്മാരുമായി ബന്ധപ്പെട്ട്, കണക്കന്മാരുമായി ബന്ധപ്പെട്ട് ആ നിലക്കുള്ള പൈശാചികമായ പ്രവർത്തനങ്ങൾ ആർക്കെല്ലാം എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന സിഹറും കണ്ണേറും അടക്കമുള്ള വിഷയങ്ങൾ അമാനി മൗലവി കൃത്യമായ വിശ്വാസം എന്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ മറവിലാണ് ഈ നാട്ടിൽ അന്ധവിശ്വാസം ഉണ്ടായിരുന്നത്. ഒരാൾ തങ്ങളായി വരും, അയാൾക്ക് ജിന്നു കൂടി എന്ന് പറയും, അയാൾ ജിന്നു ബീവിയായിട്ട് വരും, ജിന്നിന്റെ ആളായിട്ട് വരും, ജിന്നു കൂടി എന്ന് പറയും, മറഞ്ഞ കാര്യം പറയുന്നുവെന്ന് പറയും. ആളുകൾ വന്ന് കാത്തിരിക്കും, അയാളെ പിന്നാലെ കൂടും. ചിലപ്പോൾ കയറി വരുമ്പോൾ അയാൾ അങ്ങോട്ട് കാര്യങ്ങൾ പറയും, ആളുകൾ അത്ഭുതപ്പെട്ടു പോകും. തങ്ങളടുത്ത് ആള് വരുമ്പോ തങ്ങൾ അങ്ങോട്ട് ചോദിക്കാം, ഇന്റെ സ്വർണം കാണാനില്ലല്ലേ? ഇയാൾ ബേജാറായി, ഓഹോ ഇയാൾ ഭയങ്കര ഔലിയാട്ടോ, ഇയാൾക്ക് മറഞ്ഞ കാര്യം പറയും, എന്നെ കണ്ടപ്പോഴേക്ക് അയാൾ ഇങ്ങോട്ട് പറഞ്ഞല്ലോ. അപ്പൊ മനസ്സിലാക്കാം അയാൾ സാക്ഷാൽ ശൈത്താൻ ഏജന്റാണ്. ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മുഖ്യ ശത്രു എന്ന പുസ്തകത്തിന് എത്രയാണ് ഉസ്മാൻ സാഹിബ് അതിനെ കുറിച്ച് എഴുതി വെച്ചത്. ഡോക്ടർ ഉസ്മാൻ സാഹിബ് വിശദമായി എഴുതി, സൽസബിയിലേക്ക് ലേഖനം എഴുതി 1970-കളിൽ. പിന്നെ അത് പുസ്തകമായി ഇറങ്ങി, അതാണ് മുഖ്യ ശത്രു. അത് 2ാം പതിപ്പ് ഇറങ്ങി, മനുഷ്യന്റെ യഥാർത്ഥ ശത്രു എന്ന പേരിൽ. ആ പുസ്തകം ഇറങ്ങിയപ്പോൾ മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലയും NV അബ്ദുസ്സലാം മൗലവിയും ആ പുസ്തകത്തെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തി. ഉമർ മൗലവി എഴുതി വെച്ചത് നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന ഗവേഷണ പ്രബന്ധമാണ് എന്നാണ്. നിത്യനൂതനത്വം, എന്നും പുതുമയുള്ള ഗവേഷണ പ്രബന്ധം എന്നാണ് ഉമർ മൗലവി റഹിമഹുല്ലാ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ആ ലേഖനത്തെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തി വെച്ചത്. അതിൽ ഉസ്മാൻ സാഹിബ് വിശദമായി പഠിപ്പിച്ചു. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലും ജിന്നുമായി ബന്ധപ്പെട്ട വിഷയം എന്നപ്പോൾ അവിടെ പ്രത്യേകമായ വ്യാഖ്യാന കുറിപ്പ് തന്നെ ആ വിഷയത്തിൽ അമാനി മൗലവി എഴുതി വെച്ചു. അതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തു പഠിച്ചു പോകുന്ന മുജാഹിദുകളെ സംബന്ധിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ആ വിഷയത്തിന്. അതുകൊണ്ട് അവര് പറഞ്ഞു, ജിന്ന് പ്രവർത്തിച്ചാലും ശരി, മലക്ക് പ്രവർത്തിച്ചാലും ശരി, അതൊന്നും അഭൗതികമായ പ്രവർത്തനമല്ല. അഭൗതികമായ പ്രവർത്തനം അള്ളാഹു മാത്രമേ ചെയ്യുള്ളൂ. എന്നാൽ മടവൂർ വിഭാഗം രംഗത്ത് വന്നത് ആ വിഷയത്തിലെ പുതിയ ചില കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു. ആ വിഷയത്തിന് പുതിയ ചില കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു. അബ്ദുസ്സലാം സുലൈമി പുസ്തകം എഴുതി, തൗഹീദും നവയാഥാസ്ഥികളുടെ വ്യതിയാനവും എന്ന പേരിൽ. നവയാഥാസ്ഥികൾ എന്ന് പറഞ്ഞാൽ അന്ന് അവർ ഉദ്ദേശിച്ചത് KNM എന്ന ഔദ്യോഗിക സംവിധാനത്തെയായിരുന്നു. അപ്പൊ തൗഹീദിൽ നിന്ന് KNM എന്ന പ്രസ്ഥാനം വ്യതിചലിച്ചു പോയി എന്ന് വാദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്. തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചുവെന്ന എന്താ കാരണം? അദ്ദേഹം പറഞ്ഞത് ആ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം അദൃശ്യം, അഭൗതികം, വ്യതിയാനം എന്ന ഹെഡിങ്. അതിൽ ആദ്യം തന്നെ എഴുതി വെച്ചത് എന്താ? അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിലൂടെ അള്ളാഹുവിന് മാത്രമേ നമ്മെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. ശരിയാണ്, തർക്കമില്ല. ഈ വിശ്വാസം ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രധാന ഭാഗമാണ്. അള്ളാഹ്ക്ക് മാത്രമേ അഭൗതികമായി സഹായിക്കാൻ കഴിയൂ എന്നത് തൗഹീദിന്റെ പ്രധാന ഭാഗമാണ്. അതും ശരിയാണ്. അടുത്ത വാചകം എന്താ? മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിക്കുന്നു. മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിക്കുന്നു. അപ്പോഴാണ് KNMന്റെ വേദിയിൽ നിന്ന് ചോദിച്ചത്, മടവൂർ സുഹൃത്തുക്കളെ, അങ്ങനെയാണെങ്കിൽ ബദറിൽ മലക്കിറങ്ങി യുദ്ധം ചെയ്തുവെന്ന് ഖുർആൻ പഠിപ്പിച്ച കാര്യമല്ലേ? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും എന്ന ആയത്ത് കേൾക്കാത്ത മുജാഹിദുകളുണ്ടോ? ഇസ്തിഗാസ പറയുമ്പോൾ 2 ഇസ്തിഗാസയെ പരിചയപ്പെടുത്തുമ്പോൾ
മുജാഹിദുകൾ പണ്ടേ പറയുന്ന രണ്ടായത്തുകളാ. ഒന്ന് മൂസാ നബിയോട്, ആ മൂസാ നബിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഇസ്തിഗാസ ചെയ്തു. ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവിഹി. ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ട ഏത് പുസ്തകം വായിച്ചു നോക്കൂ, അതിന്റെ കാമുകത്തിൽ കാണാം രണ്ട് ഇസ്തിഗാസയെ പരിചയപ്പെടുത്തി. ഒന്ന് ഭൗതികമായ ഇസ്തിഗാസ, അതാണ് ഏത്? ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവിഹി. എന്നാൽ രണ്ട്, അല്ലാഹുവോട് മാത്രം നിർവഹിക്കേണ്ട ഇസ്തിഗാസ, അതാണ് ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്ത സന്ദർഭം ബദൽ വെച്ച് അല്ലാഹു റസൂൽ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു റസൂല് സുജൂദ് കടന്നുകൊണ്ട് കരഞ്ഞു കലങ്ങി കണ്ണുമായി അല്ലാഹു റസൂലിന്റെ താടിയിലൂടെ കണ്ണുനീരൊഴുകിക്കൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇൻ തഹ്ലിക് ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർദ്. അല്ലാഹുവേ, ഈ കൊച്ചു സംഘമെങ്ങാൻ നശിച്ചു പോവുകയാണെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കാൻ പിന്നെ ഈ ഭൂമിയിൽ ആളുണ്ടാവില്ല റബ്ബേ. അതിനെപ്പറ്റി അല്ലാഹു പറഞ്ഞത് ഇത് തസ്തഗീസൂന റബ്ബക്കും. അവസാനം അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞല്ലോ, റസൂലേ മതി, അല്ലാഹു സഹായിക്കാതിരിക്കില്ല, അത്ര വിഷമിക്കണ്ട, അങ്ങനെ ടെൻഷൻ ആവണ്ട, അല്ലാഹു തആല സഹായിക്കാതിരിക്കില്ല. അല്ലാഹു മറുപടി നൽകി, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്ത സന്ദർഭം ഓർക്കണം. ഫസ്തജാബ ലക്കും, അപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായിക, 1000 മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. 1000 മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. അത് പിന്നെ 3000 പിന്നെ 5000 ഖുർആൻ എടുത്തു പറഞ്ഞുവല്ലോ. മലക്കളെ ഇറക്കി അല്ലാഹു സഹായിച്ചു. പക്ഷെ നബി ഒരിക്കലും മലക്കെ സഹായിക്കണേ പറഞ്ഞില്ല. പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല. തേട്ടം അല്ലാഹുവിനോട്. അല്ലാഹു തആല മലക്കളെ പറഞ്ഞേച്ച് സഹായിക്കുന്നു. അപ്പൊ മലക്ക് ബദൽ വന്ന് യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ അഭൗതികമായ മാർഗത്തിൽ മലക്ക് സഹായിച്ചു എന്നാവില്ലേ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ അന്ന് മടൂർ വിഭാഗം പറഞ്ഞു, അതെ, ബദലിൽ മലക്ക് ഇറങ്ങിയിട്ടില്ല, ബദലിൽ മലക്ക് യുദ്ധം ചെയ്തിട്ടില്ല. ഒന്നിലധികം സ്ഥലത്ത് ആവർത്തിച്ചെഴുതി. ഐക്യപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പിതൃത്വം KNM എന്ന ഔദ്യോഗിക സംഘടന അത് ഏറ്റെടുക്കുന്നു എന്നല്ലേ അർത്ഥം? എങ്കിൽ KNM സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? ആ വിഷയത്തിൽ മടവൂർ വിഭാഗം എഴുതിയത് ശരിയല്ല, അത് ഖുർആന് വിരുദ്ധമാണ്, അത് പ്രമാണ വിരുദ്ധമാണ്, അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നയമല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ സൂറത്ത് അംഫാലിൽ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മലക്കുകൾ വന്നതും യുദ്ധം ചെയ്തതും വിശദമായ അമാനി മൗലവി രേഖപ്പെടുത്തി വെക്കുന്നു. എന്നിട്ട് പറയുന്നു, ചില ആളുകൾ ഇതിനെ മറ്റു ചില വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ഇതിനെ വ്യാഖ്യാനിച്ചൊപ്പിക്കുവാനും മലക്കൾ ഇറങ്ങിയിട്ടില്ലെന്നും യുദ്ധം ചെയ്തിട്ടില്ലെന്നും സ്ഥാപിക്കാനും ശ്രമിക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടി സൂറത്ത് ആലി ഇമ്രാനിലെ 124, 125 ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അമാനി മൗലവി അങ്ങോട്ട് റെഫർ ചെയ്യുന്നു. അവിടെ പോയി നോക്കുമ്പോഴോ CN അഹമ്മദ് മൗലവിയെ മനസ്സിൽ വെച്ചുകൊണ്ട് അന്ന് അമാനി മൗലവി വളരെ കൃത്യമായി വിശദീകരിക്കുന്നു. CN അഹമ്മദ് മൗലവി അന്ന് പറഞ്ഞു, മലക്കൾ ബദൽ വന്നിട്ടില്ല, മലക്ക് യുദ്ധം ചെയ്തിട്ടില്ല, മലക്കൾ യുദ്ധം ചെയ്യുകയുമില്ല, അത് മലക്കളൊന്നുമല്ല, അത് വിശ്വാസികൾക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് CN അഹമ്മദ് മൗലവി അന്ന് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ അത് ശരിയല്ലെന്നും അത് മൗഢ്യമാണെന്നും ചില യുക്തിവാദികളെ വ്യാഖ്യാനമാണെന്നും പറഞ്ഞുകൊണ്ട് അമാനി മൗലവി ആലി ഇമ്രാൻ സൂറയുടെ 124, 125 ആയത്തുകളിൽ എഴുതി വെച്ചത്. സഹോദരങ്ങളെ, ഈ ഐക്യത്തിൽ സന്തോഷിക്കുന്ന, ഈ ഐക്യത്തെ ആത്മാർത്ഥമായി ഏറ്റെടുത്ത സുഹൃത്തുക്കളെ, ആ ആത്മാർത്ഥത നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ന് രാത്രി തിരിച്ചു പോയിട്ട് അമാനി പരിഭാഷ എടുത്ത് ആലി ഇമ്രാൻ സൂറയിലെ 124, 125 ആയത്തുകളും സൂറത്ത് അംഫാലിലെ 8, 9, 10, 11 ആയത്തുകളുടെ ഭാഗവും നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് ആലോചിക്കുക, ഇതിനെ കുറിച്ചാണല്ലോ 2002 മടവൂർ വിഭാഗം എഴുതിയത്. ബദൽ മലക്ക് വന്നിട്ടില്ല, മലക്ക് യുദ്ധം ചെയ്തിട്ടില്ല, മലക്ക് യുദ്ധം ചെയ്യാറുമില്ല എന്നാണല്ലോ മടവൂർ വിഭാഗം എഴുതിയത്. അവരുമായിട്ടാണല്ലോ 2002 മുതൽ 12 വരെ ഒന്നിച്ചു നിന്ന് നമ്മളെല്ലാവരും ഇപ്പോൾ ജിന്നൂരി എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവരും അല്ലാത്തവരും എല്ലാവരും ഒന്നിച്ചെന്നുകൊണ്ട് 2012 വരെ എത്ര വേദികളിൽ അനസ് മൗലവി എപ്പോൾ ആളുകളൊക്കെ ആ ശബാബും ആ ബുഖാരി പരിഭാഷയും അടക്കമുള്ളവ പൊക്കിയെടുത്തുകൊണ്ട് ആ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് അന്ന് പ്രസംഗിച്ചില്ലേ, ഇത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട്.
അബ്ദുസ്സലാം സുല്ലമിയെ വെല്ലുവിളിച്ചില്ലേ? ഇത് ആദർശ വ്യതിയാനമാണെന്ന് പറഞ്ഞില്ലേ? അത് തിരുത്താൻ ആവശ്യപ്പെട്ടില്ലേ? അത് കേട്ടുകൊണ്ടല്ലേ പലരും മടവൂർ വിഭാഗത്തിന്റെ നയത്തിൽ നിന്ന് മാറി KNM എന്ന ഔദ്യോഗിക സംഘടനാ സംവിധാനത്തിലേക്ക് അന്ന് മാറി നിന്നത്? ആത്മാർത്ഥമായി വിശ്വസിച്ചു. നമ്മുടെ പള്ളിയിലെ ഖതീബ് മടവൂർ പക്ഷത്തിന്റെ ആളായി എന്ന ഒറ്റക്കാരത്താൽ അയാളെ ഖുത്ബയിൽ നിന്ന് ഒഴിവാക്കി. ഇമാമ് മടവൂർ പക്ഷത്തിന്റെ ആളായി എന്ന ഒറ്റക്കാരത്താൽ ഇമാമത്തിൽ നിന്ന് ഒഴിവാക്കി. എന്തിനേറെ എന്റെ നാട്ടിൽ എനിക്കറിയാം, ഭർത്താവ് മടവൂർ വിഭാഗത്തിന്റെ ആളും ഭാര്യ KNMന്റെ ആളുമായപ്പോൾ ആ ഭാര്യയെ ത്വലാഖ് ചൊല്ലി ഭർത്താവ്. തിരുവങ്ങാടി ഡോക്ടർ അബ്ദുൽ റസാഖ് സുല്ലമിയുടെ മകൾ അങ്ങനെ ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണ്. ഭർത്താവ് മടവൂർ പക്ഷത്തായി, അവൾ KNM പക്ഷത്തായി. ഭർത്താവിന്റെ വാദം അവൾ ശിർക്കിലാണ് എന്നാണ്. എന്തേ കാരണം? ബദറിൽ മലക്കിറങ്ങി എന്ന് വിശ്വസിക്കുന്നു, മലക്ക് യുദ്ധം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. മലക്ക് യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ അഭൗതികമായി അല്ലാഹു അല്ലാത്തവർ സഹായിച്ചുവെന്നാണ്. അത് ശിർക്കാണ്. അതുകൊണ്ട് ശിർക്കിലുള്ള ഭാര്യയെ തൗഹീദിലുള്ള എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ സഹോദരിയെ അന്ന് അയാൾ ത്വലാഖ് ചൊല്ലി. 14 കൊല്ലം കഴിഞ്ഞ് രണ്ടും ഒന്നിക്കുമ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള സമ്മേളനങ്ങളിൽ, ഇനിയുള്ള ക്യാമ്പുകളിൽ, ഇനിയുള്ള ജുമുഅകളിൽ ഈ പഴയ ഭാര്യയും ഭർത്താവും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആ പെണ്ണ് ചോദിച്ചാൽ, അല്ല എന്തിനായിരുന്നു അന്ന് എന്നെ ത്വലാഖ് ചൊല്ലിയത്? എനിക്കാണോ തെറ്റുപറ്റിയത്, താങ്കൾക്കാണോ തെറ്റുപറ്റിയത് എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ബാധ്യതയില്ലേ സഹോദരങ്ങളെ? നമുക്ക് അത് ഐക്യം പൊളിക്കാനാണ് എന്ന് പറയാൻ പറ്റുമോ? ആ പെണ്ണ് ഇന്ന് മറ്റൊരാളുടെ ഭാര്യയായി ജീവിക്കുന്നു. അവൾ പഴയ ഭർത്താവിനെ സമ്മേളനത്തിലേക്ക് ഒന്നിച്ചു പോകുമ്പോൾ ഒരേ ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ കണ്ടുമുട്ടിയ ചോദിക്കൂലേ, ഇക്ക എന്തിനായിരുന്നു അന്ന് എന്നെ ത്വലാഖ് ചൊല്ലിയത്? ആരാ തിരുത്തിയത്? ഞാനേതായാലും തിരുത്തിയിട്ടില്ല, താങ്കൾ തിരുത്തിയോ? അതുമില്ല. എങ്കിൽ ഇന്ന് നമുക്കൊന്നിച്ച് ഒരേ സമ്മേളനത്തിൽ പോയിരിക്കാമെങ്കിൽ, നമുക്കൊന്നിച്ച് ഒരേ വാഹനത്തിൽ യാത്ര പോകാമെങ്കിൽ, നമുക്കൊന്നിച്ച് ഒരു സംഘടനയെ പ്രവർത്തിക്കാമെങ്കിൽ, ഇതേ നിലപാടല്ലേ അന്ന് നമുക്ക് രണ്ടുപേർക്കുമുള്ളത്? പിന്നെന്തിന് ത്വലാഖ് ചൊല്ലി എന്ന് ചോദിച്ചാൽ, ഓഹോ നീ ഐക്യം പൊളിക്കാൻ ഉദ്ദേശിക്കുകയാണല്ലേ എന്നാണോ മറുപടി? അതോ തൽക്കാലം ആ വക വിഷയമൊന്നും മിണ്ടേണ്ടതില്ല തീരുമാനിച്ചിട്ടുണ്ട് എന്നാണോ മറുപടി? അതോ ന്യായമായി പറഞ്ഞു കൊടുക്കണ്ടേ? അതേ മോളെ, നീ അന്ന് ശിർക്കിലായിരുന്നു, നിന്റെ വിശ്വാസം ബദറിൽ മലക്കിറങ്ങി എന്നായിരുന്നു. ഇപ്പൊ നീ തിരുത്തി ഇങ്ങോട്ട് വന്നപ്പോഴാണല്ലോ ഞങ്ങളൊക്കെ നിങ്ങളുമായി ഐക്യപ്പെട്ടത് എന്ന് പറയണ്ടേ? അല്ലെങ്കിൽ തിരിച്ചു പറയണ്ടേ, അതെ ഞാനെന്ന് തെറ്റിദ്ധരിച്ചതായിരുന്നു, ബദറിൽ മലക്കിറങ്ങിയത് എന്ന് പറഞ്ഞാൽ അഭൗതികമായി മലക്ക് സഹായിക്കുമെന്നാണ് വിശ്വാസമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, നീ ശിർക്കിലാണ് എന്ന് എനിക്ക് പറയേണ്ടി വന്നു. പക്ഷെ എനിക്കിപ്പോൾ ബോധ്യമായി, ബദറിൽ മലക്കിറങ്ങിയിട്ടുണ്ട്, മലക്ക് വന്ന് സഹായിച്ചുവെന്ന് പറഞ്ഞാൽ അഭൗതികമായ സഹായമല്ല. കാരണം മലക്ക് അഭൗതികമല്ല, ജിന്ന് അഭൗതികമല്ല, അല്ലാഹുവിന്റെ സഹായം മാത്രമാണ് അഭൗതികമായ സഹായമെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. അതുകൊണ്ട് ഐക്യത്തിന് വഴിയൊരുങ്ങിയത് അന്നത്തെ ത്വലാഖ് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇന്നത്തെ തിരിച്ചറിവ് എനിക്കന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്നും നമുക്ക് ഭാര്യയും ഭർത്താവുമായി ജീവിക്കാമായിരുന്നു എന്നൊരു മറുപടിയെങ്കിലും പറയേണ്ടതില്ലേ? സഹോദരന്മാരെ, നിസ്സാരമാണോ വിഷയം? നിസ്സാരമാണോ വിഷയം? ഇത് ചോദിച്ചതിനാ ഖബർസ്ഥാനേക്ക് വരണ്ട, ഇനി മറയാൻ പറ്റൂല. സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടോ ആ പാരമ്പര്യം? മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടോ ആ നയം? നേരെ മറിച്ച് വാ, എന്താ നിന്റെ സംശയം ചോദിച്ചോളൂ, ഞങ്ങൾ ക്ലിയറാക്കാം എന്ന് പറഞ്ഞ പാരമ്പര്യമല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളൂ? നേരെ മറിച്ച് അത് പറയാൻ പാടില്ലെന്ന അവസാന തീരുമാനം സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി തന്നെ സ്വകാര്യമായി വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ പ്രവർത്തകന്മാരായ ആളുകൾക്ക് നയനിർദ്ദേശം നൽകിയതെന്താ? ഇനി ഈ വിഷയങ്ങൾ പറയേണ്ടതില്ല, ഈ വക വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഏത് വിഷയം? ഖുർആനിലാണ് പഠിപ്പിച്ചത് മലക്കൾ ഇറങ്ങി യുദ്ധം ചെയ്തു എന്നുള്ളത്. അത് പറയേണ്ടതില്ലെന്നോ? ഖുർആൻ ആയത്ത് എന്താ ചെയ്യാം? അമാനിമരുടെ പരിഭാഷയിൽ ആ ആയത്തിന്റെ ഭാഗം എന്ത് ചെയ്യും? അതുമാത്രമല്ല, സംസം വെള്ളത്തിന് രോഗശമനമാണോ അല്ലേ? വിഷയമായിരുന്നില്ലേ? സംസം വെള്ളം രോഗശമനി അല്ല എന്നാണ് ശബാബിൽ ലേഖനം വന്നത്. ശബാബിൽ ലേഖനം വന്നു, സംസം വെള്ളം രോഗശമനിയല്ല. ഹജ്ജിന് പോയ, ഉംറയ്ക്ക് പോയ എൻ്റെ മടവൂർ ഭാഗത്തുള്ള സുഹൃത്തുക്കളെ, സംഘടനാ പക്ഷപാതിത്വം തലക്കേറിയ സുഹൃത്തുക്കളെ, അല്ലാത്തവരെ എല്ലാവരോടുമായി ചോദിക്കുകയാണ്, ഹജ്ജിനും ഉംറയ്ക്കും പോയവരെല്ലാവരും സംസമുമായി വന്നില്ലേ നാട്ടിലേക്ക്? നമ്മുടെയൊക്കെ വീടുകളിൽ ആ സംസം വെള്ളം ഇപ്പോഴും സൂക്ഷിക്കുന്നില്ലേ? എന്തൊരു പ്രശ്നം വന്നാലും, എന്ത് പ്രയാസം വന്നാലും പെട്ടെന്ന് ഒരൽപ്പം സംസം എടുത്തു കൊടുക്ക് എന്ന് പറയാറില്ലേ? ശബാബുകാരൻ പഠിപ്പിക്കുന്നു, സംസം രോഗശമനിയല്ല. സംസം രോഗശമനിയല്ല. പിന്നെ എന്താ സംസമിന്റെ പ്രത്യേകത? ശബാബിൽ ലേഖനം വന്നത്, സംസം വെള്ളം എന്നത് അത്
അനുഗ്രഹീതമായ വെള്ളമാണ് എന്ന് മാത്രമേ സ്വഹീഹായിട്ടുള്ളൂ. അനുഗ്രഹീതമായ വെള്ളം, ഭക്ഷിക്കുന്നവരുടെ ഭക്ഷണം, അത് രണ്ടുമുണ്ട്. അതിനപ്പുറത്ത് രോഗശമനം എന്നതില്ല, ശരിയല്ല. എന്നാൽ അതിന്റെ കൂടെ അതേ ശബാബിൽ തന്നെ അടുത്ത വാചകം എഴുതി വെച്ചതോ മഴവെള്ളത്തെ സംബന്ധിച്ചും അനുഗ്രഹീത വെള്ളമെന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. അപ്പൊ എന്തായി? മഴവെള്ളത്തിന്റെ അതേ നിലവാരമാണ് സംസമിനുമുള്ളത്. എന്തിനാ പിന്നെ ഹജ്ജിന് പോയപ്പോ, ഉംറയ്ക്ക് പോയപ്പോ 5ഉം 10ഉം ലിറ്ററിന്റെ വെള്ളം കന്നാസുമേന്തി പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോന്നത്? മഴവെള്ളം ശേഖരിച്ചു വെച്ചാ പോരായിരുന്നുവോ? അല്ല ഖുർആനിൽ മഴവെള്ളത്തെ പറ്റി പറഞ്ഞെന്താ? വഅൻസൽനാ മിനസ് സമാഇ മാഅം മുബാറക, ആകാശത്ത് നിന്ന് മുബാറക്കായ വെള്ളത്തെ, അനുഗ്രഹീതമായ വെള്ളത്തെ നാം ഇറക്കിയിട്ടുണ്ട്. ശരിയാണ്. അദ്ദേഹം ശബാബിൽ എഴുതുന്നു, അനുഗ്രഹീത വെള്ളമെന്ന് മഴവെള്ളത്തെ പറ്റി പറഞ്ഞു. അത് തന്നെയാണ് സംസമിനെ പറ്റിയും പറഞ്ഞത്, അല്ലാതെ രോഗശമനിയല്ല. എന്താ തീരുമാനം? എന്താ തീരുമാനം? ഇത് പറഞ്ഞതിനാണ് മടവൂർ വിഭാഗത്തോട് നിങ്ങൾ ഹദീസ് നിഷേധിയാണെന്ന് പറഞ്ഞത്. 2002 മുതൽ 2012 വരെ ഒന്നിച്ചു പറഞ്ഞു. 2012 ശേഷം ഇനി ഇത് പറയണ്ട എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോ ഞങ്ങൾ പറ്റൂല, അത് പറഞ്ഞേ പറ്റൂ, അത് പറഞ്ഞേ പറ്റൂ. ഒന്നുകിൽ സംസം രോഗശമന അല്ല എന്നാണ് സത്യമെങ്കിൽ ആ സത്യം ബോധ്യപ്പെടുത്തി തരൂ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. സംസം രോഗശമന ആണ് എന്നാണ് സത്യമെങ്കിൽ അത് അല്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ നിർവാഹമില്ല. കാരണം ഹദീസിൽ വന്നതാണ്, ഇന്നഹാ തുആമു തുഅമിൻ വശിഫാഉ സുഖമിൻ. സംസം വെള്ളം തുആമു തുഅമിൻ, ഭക്ഷിക്കുന്നവന്റെ ഭക്ഷണമാണ്, വശിഫാഉ സുഖമിൻ, രോഗത്തിന് ശിഫയുമാണ്. ആ ഹദീസ് സ്വഹീഹാണ്. ഹദീസ് സ്വഹീഹാണ്. സ്വഹീഹായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ആ ഹദീസിനെ ദഈഫായി സ്വന്തം താല്പര്യത്തിന് വേണ്ടി മുദ്ര കുത്തി മാറ്റി തള്ളിക്കളഞ്ഞിട്ടാണ് ശബാബുകാരൻ പറഞ്ഞത് സംസം വെള്ളം രോഗശമനിയല്ല. ആ ശബാബ് ഇന്ന് ഔദ്യോഗികമായി മാറിയല്ലോ. 2002 വേദനയോടെ ശബാബ് മാറ്റിവെച്ച ആളുകൾ സ്വാഭാവികമായും സന്തോഷത്തോടെ ആ ശബാബ് ഏറ്റെടുത്തപ്പോൾ സ്വാഭാവികമായും ശബാബിൽ വന്ന ഈ ലേഖനത്തിന് എന്താണ് നിലപാട് എന്ന് പറയേണ്ടതല്ലേ? 14 കൊല്ലങ്ങൾക്കിടയിൽ ശബാബിൽ വന്ന സംസം വെള്ളം രോഗശമനി അല്ല എന്ന് പറഞ്ഞ ലേഖനം അതൊരിക്കലും ശരിയായില്ല, അത് അബദ്ധമായിരുന്നുവെന്ന് തൊട്ടടുത്ത ശബാബിലെങ്കിലും ഒരു കുറിപ്പെങ്കിലും കൊടുക്കേണ്ടതല്ലേ? ഐക്യസമ്മേളനം നടന്നപ്പോൾ കോഴിക്കോട് കളപ്പുറത്ത് സംഘടിപ്പിച്ച ഐക്യസമ്മേളനത്തിന്റെ സ്റ്റേജിലെ ഫ്ലക്സിലാണ് അൽമനാറും തൊട്ടു താഴെ ശബാബുമായി പരസ്യം എഴുതി വെച്ചത്. ഏറ്റവും കൂടുതൽ അൽമനാർ, ശബാബ്, അത്തൗഹീദ്, പുടവ, ഇങ്ങനെ ആ ക്രമത്തിൽ തന്നെ സമ്മേളനത്തിന്റെ സ്റ്റേജിലെ ബാനറിൽ എഴുതി വെച്ചപ്പോൾ അൽമനാർ ഏതുപോലെ സ്വീകാര്യമാണോ അതുപോലെ സ്വീകാര്യമാണ് ശബാബും എന്നല്ലേ സഹോദരന്മാരെ ആ കൂടിയ മനുഷ്യന്മാർ ഉൾക്കൊണ്ടത്. എങ്കിൽ ആ ഉൾക്കൊണ്ടത് ശേഷമുള്ള ശബാബിലെങ്കിലും തൊട്ടടുത്ത ആഴ്ചയിലെങ്കിലും തൊട്ട് മുമ്പാ വേണ്ടിരുന്നത്, ഇനി മുമ്പ് വന്നില്ല ശരി, അടുത്ത ലക്കത്തിലെങ്കിലും ശരി, ഒരൊറ്റ കുറിപ്പെങ്കിലും സംസം വെള്ളവുമായി ബന്ധപ്പെട്ടു വന്ന, മലക്കൾ യുദ്ധം ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടു വന്ന, ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ടു വന്ന, സിറാത്ത് പാലവുമായി ബന്ധപ്പെട്ടു വന്ന ലേഖനങ്ങളെല്ലാം അബദ്ധമായിരുന്നു. അതെല്ലാം സത്യമാണ്. ആ ഹദീസ് എല്ലാം ഉള്ളതാണ്. അതാണ് ശരിയായ വിശ്വാസം. ഇത്രയും കാലം തെറ്റായ വിശ്വാസം ഈ ശബാബിന്റെ പേജിലൂടെ എഴുതിയതിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് പറയേണ്ട ബാധ്യത ധാർമ്മികമായിട്ടില്ലേ? ഒരാൾ ഇവിടെ ചോദിച്ചാലും ഇല്ലെങ്കിലും, മുജാഹിദീങ്ങൾ ഈ സ്റ്റേജ് കെട്ടിയാലും ഇല്ലെങ്കിലും, ഈ ചോദ്യം വന്നാലും വന്നില്ലെങ്കിലും, അള്ളാന്റെ കോടതിയിലെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് പറയേണ്ട ആവശ്യമില്ലേ സഹോദരങ്ങളെ? ഒറ്റക്കുറിപ്പെങ്കിലും ഇതാ നിർവ്യാജം ഖേദിക്കുന്നു, അബദ്ധം പറ്റിപ്പോയി, നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ഒരു സന്ദേശം നൽകിയാൽ എത്ര വലിയ മാതൃകയാണത്. അതിനു പകരം അത് ചോദിച്ചാൽ കണ്ടോ ഒരൈക്യം പൊളിക്കുകയാണ്, ഏതായാലും അവരെ ഇനി മറയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതാണോ സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം? ആത്മാർത്ഥമായി ആലോചിക്കുക. ഈ നിലപാട് വന്നപ്പോഴാണ് ജിന്നും മലക്കും വീണ്ടും ചർച്ച വന്നത്. അപ്പോഴേ വീണ്ടും ചർച്ച വന്നത്. അന്ന് KNM ഈ ചർച്ച കൊണ്ടുവന്നപ്പോൾ മടവൂർ വിഭാഗം പറഞ്ഞു KNM വിഭാഗം ജിന്നൂരികളാണെന്ന്, അന്ധവിശ്വാസത്തിലേക്ക് വിളിക്കുന്നുവെന്ന്, പിറകോട്ട് വലിക്കുന്നുവെന്ന് അന്ന് KNM-നെ സംബന്ധിച്ച് മടവൂർ വിഭാഗം പറഞ്ഞു. 2002 മുതൽ 2012 വരെ ഒന്നിച്ചു നിന്ന് അതിനെതിരെ ശക്തമായി രംഗത്തിറങ്ങി. 2012 ചില ആളുകൾ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നു നിങ്ങൾ ജിന്നൂരി തന്നെയാണ് എന്ന്.
അത്ഭുതപ്പെട്ടു പോയി. എന്താ ഈ പറയുന്നത്? ഒന്നിച്ചു പോകുന്ന ആളുകൾ, ഈ ഹദീസ് നിഷേധങ്ങളെ തുറന്നു കാണിക്കുന്ന ആളുകൾ തന്നെയും ഒരു സുപ്രഭാതത്തിൽ മാറി നിന്നിട്ട് പറയാ ഇതൊന്നും ഹദീസ് നിഷേധം പറയാൻ പറ്റൂല, ഇതിന്റെ പേരിൽ അവൻ ആക്ഷേപിക്കാൻ പറ്റൂല, നിങ്ങളാണ് കുഴപ്പക്കാർ. 2007 ഫെബ്രുവരിയിൽ 16-ാം തീയതി വിചിന്തനത്തിൽ ലേഖനം വന്നു. 2007 ഫെബ്രുവരി 16 വിചിന്തനത്തിൽ ലേഖനം വന്നു. എന്താ ലേഖനമെന്നോ? ജിന്നിന്റെയും മലക്കിന്റെയും പ്രവർത്തനങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അവയെല്ലാം അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം മാത്രമാണ്. ജിന്നുകളുടെയും മലക്കുകളുടെയും പ്രവർത്തനങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അന്നും ഇന്നും എന്നും ഇതാണ് മുജാഹിദുകളുടെ നിലപാട്. 2007 ഫെബ്രുവരി 16 വിചിന്തനം വാരികയിൽ ലേഖനം വരികയാണ്. ജിന്നിനെയും മലക്കിനെയും കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ് എന്നെഴുതിയ വിചിന്തനം പണം കൊടുത്ത് നമ്മളൊക്കെ വാങ്ങി വരി ചേർന്നു, വീട്ടിലേക്ക് വരുത്തി. അത് വലിയ സന്തോഷത്തോടെ ഏറ്റെടുത്തു, സ്റ്റേജിൽ വായിച്ചു. ധാരാളം സ്ഥലത്ത് അത് വിശദീകരിക്കപ്പെട്ടു. ബുദ്ധിയും വകതിരിവുമുള്ളവർ ജിന്നിന്റെയും മലക്കിന്റെയും പ്രവർത്തനങ്ങൾ അഭൗതികമെന്ന് പറയില്ലെന്ന വിചിന്തനം അന്നും ഇന്നും എന്നും ഇതാണ് മുജാഹിദുകളുടെ നിലപാട് എന്നെഴുതിയ വിചിന്തനം നമ്മളൊക്കെയും വാങ്ങി. പക്ഷേ 2013 ആയപ്പോൾ അന്നത്തെ ഫെബ്രുവരിയിൽ, 2007 ഫെബ്രുവരിയിലാണ് മറ്റേതെങ്കിൽ 2013 ഫെബ്രുവരിയിൽ തന്നെയാണ് വിചിന്തനത്തിൽ മറ്റു ലേഖനം വന്നത്. വിചിന്തനത്തിന് 2013 ഫെബ്രുവരിയിൽ തന്നെ ലേഖനം വരുന്നു. ആ ലേഖനത്തിലെ ഹെഡിങ് എന്താ? ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. 2013 ഫെബ്രുവരി 8 അന്നത്തെ വിചിന്തനത്തിൽ ലേഖനം ഹെഡിങ് എന്താ കണ്ടോ? ജിന്ന് അഭൗതികമല്ല, അഭൗതികം തന്നെ. 2007 വിചിന്തനം എഴുതി അഭൗതികമെന്ന് ബുദ്ധിയുള്ളവർ പറയില്ല. 2013 അതേ വിചിന്തനത്തിൽ അതേ ഫെബ്രുവരിയിൽ ലേഖനം വരുന്നു. ജിന്ന് ഭൗതികമല്ല, അഭൗതികം തന്നെ. ഒന്നല്ല, 2 ലക്കങ്ങളിൽ ആവർത്തിച്ച് ആ വിചിന്തനം വാങ്ങിയ ആളുകൾ പണം കൊടുത്ത് വാങ്ങി. അഭൗതികമാണെന്ന് ബുദ്ധിയുള്ളവർ പറയില്ല എന്ന ലേഖനം എഴുതിയ വിചിന്തനവും അഭൗതികം തന്നെ എന്ന ലേഖനം എഴുതിയ വിചിന്തനവും രണ്ടും വാങ്ങി. 2016 പറയാ ഇത് രണ്ടും ഒന്ന് തന്നെ, രണ്ടും ഒന്നാണ്, ഐക്യപ്പെട്ടിരിക്കുന്നു. ശരി, നല്ല കാര്യം. സ്വാഭാവികമായും ഈ 2 വിചിന്തനവും പണം കൊടുത്ത് വാങ്ങിയ മുജാഹിദുകൾ ചോദിക്കില്ലേ, ഇതാ 2 വിചിന്തനം ഞങ്ങളുടെ വീട്ടിലുണ്ട്. 2007 വിചിന്തനത്തിൽ പറയുന്നു ബുദ്ധിയുള്ളവർ പറയില്ല, അഭൗതികമാണെന്ന്. 2013 വിചിന്തനം പറയുന്നു അഭൗതികം തന്നെയാണ് എന്ന്. ഐക്യപ്പെട്ട സാഹചര്യത്തിൽ ഈ 2-ൽ ഏതാണ് ശരി? ഈ 2-ൽ ഏതാ ശരി? 2007 വിചിന്തനമാണോ ശരി? 2013 വിചിന്തനമാണോ ശരി? ഓഹോ, നീ ജിന്നൂരിയാണല്ലേ എന്ന ചോദ്യമാണോ മറുപടി? അതാണോ മറുപടി? ആ വാഴ കേൾക്കാൻ പോകാൻ പാടില്ല എന്നതാണോ മറുപടി? നേരെ മറിച്ച് ഒന്ന് വിളിച്ചു ചേർത്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെ മക്കളെ വരൂ, അതെ നമുക്കൊന്നൊരു അബദ്ധം പറ്റിയിരുന്നു, അതുകൊണ്ട് 2007 എഴുതിയത് ശരിയല്ല, 13 എഴുതിയതാ ശരി എന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? അതല്ലെങ്കിൽ തിരിച്ച് 13 വന്നത് ശരിയല്ല, 7 വന്നതാണ് ശരി എന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? രണ്ടും കൂടെ ശരിയാകുമോ? ഇല്ലല്ലോ, രണ്ടും കൂടെ ശരിയാവില്ല. 2 വിചിന്തനവും നമ്മളൊക്കെ വീട്ടിലുണ്ട്, പണം കൊടുത്ത് വാങ്ങിയതാണ്. ആ വിചിന്തനത്തിനാ പറഞ്ഞത്, ഒന്നിൽ പറയുന്നു അഭൗതികമെന്ന് ബുദ്ധിയുള്ളവന് പറയില്ല, രണ്ടാമത്തേത് പറയുന്നു അഭൗതികം തന്നെയാണ്. അപ്പോഴാ സമസ്തക്കാര് പറഞ്ഞത് ഒരു വിഭാഗം ഞങ്ങളുടെ കൂടെയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അവിടെയാ ഫൈസി പറഞ്ഞത് മടവൂർ വിഭാഗം ഞങ്ങളുടെ കൂടെയാണ്, നിങ്ങൾ ഞങ്ങളെ വിടൂല എന്നാ മറുപടിയെങ്കിൽ നിങ്ങൾ KNM-ലാണ്. അതാണ് വ്യത്യാസം. അന്ന് മടവൂർ വിഭാഗം പറഞ്ഞു അഭൗതികം തന്നെയാണ്. അപ്പൊ വിചിന്തനം പറഞ്ഞു അഭൗതികമാണെന്ന് ബുദ്ധിയുള്ളവർ പറയില്ല. 2012 അഭൗതികമല്ല ഭൗതികമാണ് എന്ന് ഉറച്ചു പറഞ്ഞവരെയെല്ലാം ജിന്നൂരി എന്നും പറഞ്ഞ് പുറത്തേക്കാക്കിയിട്ട്
അവരൊക്കെ ഒഴിവാക്കിയിട്ട് സംഘടനയിൽ നിന്ന് എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് 13 ഫെബ്രുവരിയിൽ വിചിന്തനത്തിൽ ലേഖനം വരുന്നു, ജിന്ന് അഭൗതികം തന്നെ. 2002 മുതൽ ശബാബിൽ വന്നു അഭൗതികമാണ്. അന്ന് വിചിന്തനത്തിന് വന്നു, അഭൗതികം എന്ന് പറയാൻ പറ്റൂല, ബുദ്ധിയുള്ളവർ പറയൂല, തന്റെ ഇടമുള്ളവർ പറയില്ല, വകതിരിവുള്ളവർ പറയില്ല എന്ന് പറഞ്ഞ ആളുകൾ 2012 ആയപ്പോൾ ആ ബുദ്ധിയും വകതിരിവുമുള്ള ജിന്ന് ഭൗതികമാണ് അഭൗതികമല്ലെന്ന് പറഞ്ഞ ആളുകളെ മുഴുവൻ പുറത്തേക്കാക്കിയിട്ട് സംഘടന കയ്യിലാക്കിയിട്ട് 13 ആയപ്പോഴേക്ക് ഏതാനും മാസം പിന്നിട്ടപ്പോഴേക്ക് 2012 ഡിസംബറിലാണല്ലോ അണിഞ്ഞിലം സമ്മേളനം ഉണ്ടായത്. അത് നമ്മളാരും പുറത്തായിട്ടില്ല. ആ സമ്മേളനം കണ്ടപ്പോഴേക്ക് മനസ്സിലായി ഇതിന്റെ പോക്ക് ശരിയല്ല, എന്തോ പന്തികേടുണ്ട്. ആ സമ്മേളനം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടപ്പോ 2013 ഫെബ്രുവരിയിൽ വിചിന്തനത്തിലാവുന്നത് ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ. അപ്പൊ സമസ്തക്കാർ ചോദിച്ചു, ഓഹോ നിങ്ങളും ഞങ്ങളൊപ്പമായോ? ഞങ്ങൾ പണ്ടേ പറഞ്ഞു ജിന്ന ഭൗതികാണ്, മലക്ക ഭൗതികാണ്, അമ്പിയാക്കള ഭൗതികാണ്, മൊഹീദ്ദീൻ ശൈഖ ഭൗതികാണ്, ശുഹദാക്കള ഭൗതികാണ്. അന്ന് നിങ്ങളൊക്കെ പറഞ്ഞു അല്ലാഹ് മാത്രമേ അഭൗതിക കഴിവുള്ളവനുള്ളൂ. അന്ന് നിങ്ങൾ ഞങ്ങളെപ്പറ്റി ശിർക്കെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളും സമ്മതിച്ചില്ലേ ജിന്ന് മലക്ക അഭൗതികമാണ് എന്ന് സമസ്തക്കാർ ചോദിച്ചു. അതോടുകൂടി സമസ്തക്കാരുമായി പിന്നെ ഏറ്റുമുട്ടാൻ സംഘടനാ പക്ഷപാതികളായ ആളുകളെ നമ്മൾ കണ്ടില്ല. വാദപ്രതിവാദങ്ങളിൽ അവരെ കണ്ടില്ല, ഖണ്ഡനങ്ങളിൽ അവരെ കണ്ടില്ല, മുഖാമുഖ വേദികളിൽ അവരെ കണ്ടില്ല. എന്നാൽ ആ പഴയ വിചിന്തനം 2007 വിചിന്തനം കയ്യിലേന്തിയ ആ ആശയം നെഞ്ചേറ്റിയ മുജാഹിദുകൾ 2012 മുതൽ അതിശക്തമായി മുജാഹിദ് ദഅ്വാ സമിതി എന്ന് പേരിട്ടുകൊണ്ട് അതിശക്തമായി ഈ ദഅ്വത്തുമായി ഇറങ്ങി. നാട് മുഴുവൻ വഅദുകൾ സംഘടിപ്പിച്ചു, ഖണ്ഡനങ്ങൾ വന്നു, പരമ്പരകളായി ഖണ്ഡനങ്ങൾ നടന്നു, മുഖാമുഖങ്ങൾ അൽഹംദുലില്ലാ ഏകദേശം 300 മുഖാമുഖങ്ങൾ ഈ കൊച്ചു കൂട്ടായ്മയുടെ കീഴിൽ ഈ കാലയളവിൽ കേരളത്തിൽ നടന്നു. വാദപ്രതിവാദങ്ങൾ നടന്നു. AP സുന്നിയുമായും EK സുന്നിയുമായും വാദപ്രതിവാദമുണ്ടായി. തൗഹീദ് വിഷയത്തിൽ മംഗലാപുരത്ത് വെച്ച് വാദപ്രതിവാദമുണ്ടായി. നബിദിനാഘോഷ വിഷയത്തിൽ കണ്ണൂരിൽ വെച്ച് വാദപ്രതിവാദമുണ്ടായി. അതുമായി എല്ലാം മുന്നോട്ട് പോയി. എവിടെയും ഒരാശങ്കയും നമുക്ക് ഉണ്ടായില്ല, ഒരാശങ്കയും ആവശ്യം വന്നില്ല. അതുകൊണ്ട് തന്നെ അതിശക്തമായി ആ ദഅ്വാ രംഗത്ത് മുന്നോട്ട് പോയി. അവിടെയാണ് സ്വാഭാവികമായും എല്ലാം ഒന്നായി തീരുമ്പോൾ, എല്ലാം ഐക്യപ്പെടുമ്പോൾ സ്വാഭാവികമായ ചോദ്യം, എങ്കിൽ ഇതിൽ ഏതാ ശരി, ഏതാ ഹക്ക്, ഏതാണ് ബാത്തില്, ആരാ തിരുത്തിയത്, ആരാണ് അംഗീകരിച്ചത്? തോൽക്കാനല്ല, ജയിക്കാനല്ല, തോൽപ്പിക്കാനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് ഉത്തരം മുട്ടിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയല്ല. നേരെ മറിച്ച് മുജാഹിദുകൾ ഖുർആനും ഹദീസും മാത്രം അടിസ്ഥാനമാക്കി ഒരു വ്യക്തിക്കും ആവശ്യത്തിനപ്പുറമുള്ള സ്ഥാനം കൽപ്പിക്കാതെ, ഒരാളെയും അന്ധമായി അനുകരിക്കാതെ എന്താണോ പ്രമാണം പഠിപ്പിച്ചത് അതുമാത്രം സ്വീകരിച്ചു പോന്ന പാരമ്പര്യമുള്ളതാകയാൽ സ്വാഭാവികമായി ചോദിച്ചു ഏതാണ് ശരിയെന്ന്. ഈ വിഷയം മാത്രമല്ലല്ലോ, മറ്റെത്ര വിഷയങ്ങൾ. സിറാത്ത് പാലത്തെ കുറിച്ച് മടവൂർ വിഭാഗത്തിന്റെ വിശ്വാസം എന്താ? മടവൂർ വിഭാഗത്തിന് 1-ലധികം ആളുകൾ എഴുതുകയും പറയുകയും ചെയ്തു സിറാത്ത് പാലമില്ല. സ്വഹീഹ് ബുഖാരി പരിഭാഷയിൽ അബ്ദുസ്സലാം സുലൈമി പറഞ്ഞു സിറാത്ത് പാലമില്ല. PK മൊയ്തീൻ സുലൈമി കുഴിപ്പുറം അദ്ദേഹം പറഞ്ഞു സിറാത്ത് എന്ന പാലമേ ഇല്ല, അത് ആലങ്കാരിക പ്രയോഗമാണ്. ആ മൊയ്തീൻ സുലൈമി ഇന്ന് ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവാണ്. ആ അബ്ദുസ്സലാം സുലൈമി ഇന്ന് ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവാണ്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, നല്ല കാര്യം. അവരൊക്കെ സിറാത്ത് പാലം ഉണ്ട് എന്ന് സമ്മതിച്ചതാണോ? എങ്കിൽ അവരെ ബുഖാരി പരിഭാഷ ഇന്നും വീട്ടിൽ സൂക്ഷിച്ചവരുണ്ട്, പണം കൊടുത്ത് വാങ്ങിയവരുണ്ട്. ഒരു കുറിപ്പെങ്കിലും ഒരു തിരുത്തെങ്കിലും എഴുതിയിട്ട് ഒരു പേജിൽ ഒരു A4 ഷീറ്റിൽ DTP എടുത്തിട്ടെങ്കിലും ഇല്ല. എന്റെ ബുഖാരി പരിഭാഷയിൽ ഞാൻ പറഞ്ഞിരുന്നു ബദറിൽ മലക്കിറങ്ങിയിട്ടില്ല, ഞാനതിൽ പറഞ്ഞിരുന്നു സിറാത്ത് പാലമില്ല, ഞാനതിൽ പറഞ്ഞിരുന്നു സംസം വെള്ളത്തിന്റെ മഹത്വം പറഞ്ഞ ഹദീസ് എല്ലാം ദഈഫാണ് എന്ന്. അതൊക്കെ ഞാൻ പിൻവലിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ ഇന്ന പേജുകളിൽ തിരുത്തി വായിക്കണമെന്ന ഒരു അടിക്കുറിപ്പെങ്കിലും രേഖപ്പെടുത്തിക്കൊണ്ട് ഒന്ന് കൊടുത്തയച്ചാൽ അൽഹംദുലില്ലാ നമ്മൾ ആരും ഇങ്ങനെ പൊതുവേദി സ്റ്റേജ് കെട്ടി ചോദിക്കുമായിരുന്നില്ല. അത് അംഗീകരിക്കാനുള്ള മനസ്സ് തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതേസമയം സിറാത്ത് പാലമില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ ഹദീസ് നിഷേധിയാക്കിയവർ സിറാത്ത് പാലമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഹദീസ് പണ്ഡിതനായി തിരിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും ചോദ്യമുണ്ട്, ഏതാ ശരി? ഐക്യത്തിന്റെ ആഴ്ചകൾക്ക് മുമ്പാണല്ലോ അദ്ദേഹത്തിന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്നതിന് അവാർഡ് പോലും കൊടുത്തത്.
ആ അവാർഡ് കിട്ടിയിട്ടാണ് അദ്ദേഹം KJU-വിലെ പണ്ഡിതനായി നേതാവായി തിരിച്ചെത്തുന്നത് എങ്കിൽ സ്വാഭാവികമായും ഇനി എന്ത് വിശ്വസിക്കണം? സിറാത്ത് പാലം ഉണ്ടെന്ന് വിശ്വസിക്കണോ ഇല്ലെന്ന് വിശ്വസിക്കണോ? ആ ബുഖാരി പരിഭാഷ പ്രകാരം സിറാത്ത് പാലമില്ല. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ പ്രകാരം സിറാത്ത് പാലമുണ്ട്. ശരി, KJU-വിൽ ആ അബ്ദുസ്സലാം സുല്ലമിയുണ്ട്, M മുഹമ്മദ് മദനിയുണ്ട്, M അബ്ദുറഹ്മാൻ സലഫിയുണ്ട്, TP അബ്ദുൽ കോയ മദനിയുണ്ട്, അവരൊക്കെ ജമിയത്തുൽ ഉലമയിലുണ്ട്. അതേ KJU-വിൽ അബ്ദുസ്സലാം സുല്ലമിയുടെ അഭിപ്രായം, മടവൂർ വിഭാഗത്തിന്റെ അഭിപ്രായം സിറാത്ത് പാലമില്ലെന്നാണ്. ഇവരുടെ അഭിപ്രായം സിറാത്ത് പാലം ഉണ്ടെന്നാണ്. രണ്ടും ഒന്നാകുമ്പോൾ ഇനി ഏതാണ് ഉസ്താദുമാരെ, ഏതാണ് മൗലവിമാരെ, ഏതാണ് സർ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? സിറാത്ത് പാലം ഉണ്ടെന്ന് വിശ്വസിക്കണോ ഇല്ലെന്ന് വിശ്വസിക്കണോ? മസീഹുദ് ദജ്ജാൽ വരുമെന്ന് വിശ്വസിക്കണോ ഇല്ലെന്ന് വിശ്വസിക്കണോ? മസീഹുദ് ദജ്ജാൽ വരുമെന്ന് വിശ്വസിക്കണോ ഇല്ലെന്ന് വിശ്വസിക്കണോ? എന്താ മടവൂർ വിഭാഗത്തിന്റെ വിശ്വാസം? മസീഹുദ് ദജ്ജാൽ ഇല്ലെന്നാണ്. മസീഹുദ് ദജ്ജാൽ ഉണ്ട്, പക്ഷേ അത് ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി വരാനുള്ളതൊന്നുമല്ല. അത് എല്ലാ കാലത്തുമുള്ളതാണ്, എല്ലാ കാലത്തുമുള്ളതാണ്. പിഴച്ച പ്രസ്ഥാനങ്ങൾക്കാണ് മസീഹുദ് ദജ്ജാൽ എന്ന് പറയുക, പിഴച്ച വിശ്വാസക്കാർക്കാണ്, പിഴച്ച പണ്ഡിതന്മാർക്കാണ് മസീഹുദ് ദജ്ജാൽ എന്ന് പറയുക. ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി വരാനുള്ള ഒന്നൊന്നുമല്ല മസീഹുദ് ദജ്ജാൽ എന്നാണ് മടവൂർ വിഭാഗത്തിന്റെ വിശ്വാസം. KNM സംഘടനാ വേദികളിൽ ഔദ്യോഗികമായി പഠിപ്പിക്കപ്പെട്ടതോ മസീഹുദ് ദജ്ജാൽ ഉണ്ടെന്നാണ്, വരുമെന്നാണ്, കാവലിനെ തേടണമെന്നാണ്. അത്തഹിയാത്തിന് പോലും കാവലിനെ തേടിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഐക്യപ്പെടുമ്പോൾ ഒരു സംശയത്തിന് വേണ്ടി മാത്രം ഏതാണ് സർ ശരി? മസീഹുദ് ദജ്ജാൽ വരുമെന്ന് ആശങ്കപ്പെട്ട് കാവലിനെ തേടണോ? സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ആ മസീഹുദ് ദജ്ജാലിൽ നിന്ന് കാവൽ കിട്ടുമെന്ന് പഠിപ്പിക്കപ്പെട്ടത് ഇനി വിശ്വസിക്കണോ വേണ്ടേ? ഏതാണ് ശരിയെന്ന് ന്യായമായും ഏതു സാധാരണ മുജാഹിദുകാരൻ ചോദിക്കില്ലേ? ആ ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. പള്ളി വെച്ച് ചോദിക്കാൻ അനുവാദമില്ല. പള്ളി കയറി നിന്ന് മിമ്പറിന്റെ മുകളിൽ കയറി വേണ്ട മിഹ്റാബിൽ നിന്നുകൊണ്ട് ഒരു നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടിട്ടെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഇതാ ഇതിന് പറയുന്നു മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ഇങ്ങനെ, അമാനി മൗലവി ഇങ്ങനെയും പറയുന്നു, ഇതിന് ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ നീ ഐക്യം പൊളിക്കാമെന്നവനാ, നീ കുഴപ്പക്കാരനാ, നീ ജിന്നൂരിയാണ്, അതുകൊണ്ട് പോ പുറത്ത് എന്ന് പറഞ്ഞ് ആട്ടുമെന്നറിയാം. അതുകൊണ്ടാണ് ഒരു വേദി കെട്ടി സ്റ്റേജ് കെട്ടി ചോദിക്കുന്നത്. സഹോദരങ്ങളെ, അവനവന്റെ പരലോകത്തിന് വേണ്ടി മാത്രം, അവനവന്റെ പരലോകത്തിന് വേണ്ടി മാത്രം അള്ളാഹിന്റെ മുന്നിൽ ചെല്ലുമ്പോ, അള്ളാഹിന്റെ കോടതി ചെല്ലുമ്പോ ഈ വക വിഷയങ്ങളിൽ അള്ളാഹു റസൂലും പഠിപ്പിച്ചത് എന്തോ അത് വിശ്വസിച്ചു കൊണ്ട് ചെന്നെങ്കിലല്ലേ രക്ഷയുള്ളൂ. ഖബർ ശിക്ഷ ഇല്ലെന്ന് പറയുന്നു മടവൂർ വിഭാഗം. ഖബർ ശിക്ഷ ഇല്ലെന്നാണ്. പണ്ട് ചേകന്നൂര് പറഞ്ഞു ഖബർ ശിക്ഷ ലോകപ്പ് മർദ്ദനമാണ്. സമാനമായ ആ പ്രയോഗമല്ലെങ്കിലും സമാനമായ ആശയത്തിൽ ഖബർ ശിക്ഷ നിഷേധിച്ചുകൊണ്ട് മടവൂർ വിഭാഗം ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ശരി? ഖബർ ശിക്ഷ ഉണ്ടോ ഇല്ലേ? ഖബർ ശിക്ഷന് കാവലിനെ തേടണോ വേണ്ടേ? ഖബറിലേക്ക് പോകുമ്പോഴെങ്കിലും, ഇന്ന് രാത്രി മരിച്ച് നാളെ രാവിലെ ഖബറിൽ മറമാടപ്പെടുമ്പോഴെങ്കിലും ആ ശിക്ഷ അനുഭവിക്കുന്നതിന് മുമ്പെങ്കിലും അത് ഉണ്ടെന്ന് മനസ്സിലാക്കി അതിന് കാവലിനെ തേടാൻ തീർച്ചയായും ഒരു മുൻകരുതൽ ആവശ്യമില്ലേ സഹോദരങ്ങളെ? 6 നോമ്പ് സുന്നത്തില്ല എന്ന് മടവൂർ വിഭാഗം വിശ്വസിക്കുന്നു. 6 നോമ്പ് സുന്നത്തില്ലെന്ന് 14 കൊല്ലം അത് വിശ്വസിച്ചുകൊണ്ട് ശവ്വാലിലെ 6 നോമ്പ് ഒഴിവാക്കിയ മനുഷ്യന്മാർ അടുത്ത ശവ്വാലിലെങ്കിലും നോമ്പ് നോക്കണമെങ്കിൽ ഒരു തീരുമാനം കൊടുക്കണ്ടേ? ആ നോമ്പ് ഉണ്ടോ ഇല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലാഹു റസൂൽ മുഴുവത്തായി ചന്ദ്രൻ പിളർന്നത് ശരിയല്ലെന്നാണ് മടവൂർ വിഭാഗത്തിന്റെ വിശ്വാസം. ചന്ദ്രൻ പിളർന്നിട്ടില്ല എന്നാണ്. ഇഖ്തറബത്തിസ് സാഅതു വൻശഖൽ ഖമർ എന്ന ആയത്തിൽ അമാനി മൗലവി എത്ര വിശദമായിട്ടാണ് ആ മുഴുവത്ത് വിശദീകരിച്ചത്. എന്നാൽ അബ്ദുസ്സലാം സലീം അടക്കമുള്ള മടവൂർ വിഭാഗത്തിന്റെ ആളുകൾ വിശ്വസിച്ചതോ ചന്ദ്രൻ പിളർന്നിട്ടില്ല. പിളർന്നുവെന്ന് പറഞ്ഞാൽ പിളരുമെന്നാണ് അർത്ഥം. ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ചന്ദ്രൻ പിളരുമെന്നാണ് അവിടെ ഉദ്ദേശിച്ചത് എന്നാണ് വിശുദ്ധ ഖുർആന്റെ പരിഭാഷയിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത്. അബ്ദുസ്സലാം സുല്ലമി അത് അംഗീകരിച്ച മടവൂർ വിഭാഗം ഇന്ന് KNM നേതാക്കന്മാരാണ്. ഹുസൈൻ മടവൂർ KNM വൈസ് പ്രസിഡന്റാണ്. അസ്ഗർ അലി KNM-ന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്. അബ്ദുൽ നാസർ സുല്ലമി സംസ്ഥാന സെക്രട്ടറിയാണ്. അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ സംസ്ഥാന സെക്രട്ടറിയാണ്. അബ്ദുസ്സലാം സുല്ലമി, മൊയ്തീൻ സുല്ലമി ജമിയത്തുൽ ഉലമയുടെ ആളുകളാണ് എങ്കിൽ സ്വാഭാവികമായും ഇനി എന്ത് വിശ്വസിക്കണം? അന്ന് ചന്ദ്രൻ പിളർന്നുവെന്നോ പിളർന്നിട്ടില്ലെന്നോ ഏതാ ശരി എന്ന് ചോദിച്ചാൽ മിണ്ടുകയില്ല എന്നാണോ മറുപടി? ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ എന്നാണ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത്. ആദർശരംഗത്ത് അച്ചടക്കം പാലിക്കുക, തൽക്കാലം മിണ്ടേണ്ടതില്ല. അത് അച്ചടക്കം എന്നല്ല പേര്, അത് ഒളിച്ചോട്ടമെന്നാണ് പേര്. സഹോദരങ്ങളെ, മുജാഹിദുകൾക്ക് ഗതി ഉണ്ടാകാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുക, അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ 100 കൂട്ടം വിഷയങ്ങളിൽ എന്റെ ഒരു കാലത്ത് സമൃദ്ധമായി താടി വളർത്തിയ ആളുകൾക്ക് എന്തേ ഇന്ന് താടി ഇല്ലാതായത്?
പുതിയ ഹദീസ് കിട്ടിയതാണോ? അല്ലല്ലോ. പിന്നെയോ താടിയുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെ മുഴുവൻ കൊച്ചാക്കുകയും പരിഹസിക്കുകയും ഇല്ലാത്ത വ്യാഖ്യാനം നൽകുകയും എന്നിട്ട് അതൊന്നും ആവശ്യമില്ലെന്ന് പഠിപ്പിക്കുകയും അൽഫനാർ മാസികയിലൂടെയാണ് കോയക്കുട്ടി ഫാറൂഖ് എഡിറ്ററായ അൽഫനാർ മാസികയിലാണ് ലേഖനം വന്നത്. സമൃദ്ധമായ താടിയുണ്ടായാൽ ശിക്ഷിക്കപ്പെടുമോ എന്ന് ഭയപ്പെടണമെന്ന്. സമൃദ്ധമായ താടിയുണ്ടായാൽ ശിക്ഷിക്കപ്പെടുമോ എന്ന് പേടിക്കണമെന്ന് അൽഫനാർ മാസികയിൽ ലേഖനം വരുമ്പോൾ കോയക്കുട്ടി ഫാറൂഖ് എഡിറ്ററായി ഫാറൂഖ് കോളേജിൽ ഇറങ്ങുന്ന ആ അൽഫനാർ മാസികയിൽ വന്നിട്ട് സ്വാഭാവികമായും ആ കോയക്കുട്ടി ഫാറൂഖിയും അതിന്റെ പത്രാധിപരും അതിന്റെ ലേഖകന്മാരും എല്ലാവരും KNM-ന്റെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് മാറി വരുമ്പോൾ സ്വാഭാവികമായി ചോദ്യമില്ലേ, എന്താണ് വേണ്ടത്? താടി നീട്ടി വളർത്തിയാൽ കൂലി കിട്ടുമെന്നാണോ, കുറ്റം കിട്ടുമെന്നാണോ? എത്ര ഹദീസുകളിലാണ് താടിയെ സമൃദ്ധമാക്കുക, താടിയെ വെറുതെ വിടുക, താടി നിങ്ങൾ സുഭിക്ഷമാക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ വന്നത്? അതൊക്കെ വേണോ വേണ്ടേ? എന്റെ ഒരു കാലത്ത് താടി ഉണ്ടായിരുന്ന ആളുകൾ ഈ 3-4 കൊല്ലങ്ങൾക്കിടയിൽ താടി ഇല്ലാതായല്ലോ, താടി ചെറുതായല്ലോ, തുണി താഴോട്ടിറങ്ങിയല്ലോ. പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞു, അഹങ്കാരമില്ലെങ്കിൽ തുണി ഇറക്കിയാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അവരെ ആക്ഷേപിച്ചു, ശരിയല്ലെന്ന് പറഞ്ഞു, അവർക്ക് തിരിച്ചു കൊടുത്തു. നമ്മളെല്ലാവരും കണിശമായി നെരിയാടിക്ക് മുകളിൽ തുണി കൊടുത്തു. ഇന്ന് മറുഭാഗത്തുള്ള ഖതീബുമാർക്ക് പോലും പലപ്പോഴും തുണി താഴോട്ടിറങ്ങുന്നുവെങ്കിൽ എത്രത്തോളം എന്ന് വെച്ചാൽ സംഘടനാ പക്ഷപാതികളുടെ ഒരു പള്ളിയിൽ ഇമാമ നിൽക്കുന്ന ഒരാൾ, അയാൾ സിഹറുമായി ബന്ധപ്പെട്ട് നിഷേധഭാവം പറഞ്ഞപ്പോൾ സിഹർ എന്ന സംഭവമേ ഇല്ല, യാഥാർത്ഥ്യവുമില്ല, അങ്ങനെ വിശ്വസിക്കാനും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ മറിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചില സുഹൃത്തുക്കൾ ചോദിച്ചു, അല്ല ഖുർആനിലുണ്ടല്ലോ സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്ത്, വമാ ഉൻസില അലൽ മലകൈനി ബിബാബിൽ ഹാറൂത്ത് വമാറൂത്ത്. ഹാറൂത്ത് മാറൂത്തിന്റെ സംഭവം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തോട് മുസ്ഹഫ് മറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൽ മലക്കൈനി എന്നല്ല മലിക്കൈനി എന്നാണ്. 2 മലക്കുകൾക്ക് എന്നല്ല 2 രാജാക്കന്മാർ എന്ന അർത്ഥം. അപ്പൊ ചോദിച്ചു, അല്ല മുസ്ഹഫിന് മലക്കൈനിയാണല്ലോ, നിങ്ങൾ പറഞ്ഞ മലിക്കൈനി അല്ലല്ലോ. അദ്ദേഹത്തിന്റെ മറുപടി, അത് അള്ളാഹുവിന് തെറ്റിയതാകുന്നുവെന്നാണ്. നഊദുബില്ല. അദ്ദേഹം ഇന്നും KNM-ന്റെ ലേബിൽ വെച്ച സലഫി മസ്ജിദിൽ ഇമാം നിൽക്കുന്നയാള്. അള്ളാഹ്ക്ക് തെറ്റിന അയാൾ നേരെ പറഞ്ഞത്. മലപ്പുറം ജില്ലയിൽ ഓമാനൂർ പള്ളിയിൽ അന്വേഷിക്കാൻ നിങ്ങൾക്ക് പോയിട്ട് എന്തേ സഹോദരന്മാരെ ഈ ഗതി ഉണ്ടായത്? എന്തേ ഇത് വന്നത്? ഇപ്പൊ ചോദിക്ക, സിഹർ ശൈത്താനുണ്ടെന്ന് എവിടുന്ന് കിട്ടിയ? ഖുർആനിൽ കിട്ടി, ഹദീസിൽ നിന്ന് കിട്ടി, KNM-ന്റെ പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടി. സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ. യുഅല്ലിമൂന അന്നാസ സിഹർ, യുഅല്ലിമൂന ശൈത്താൻമാർ പഠിപ്പിക്കുന്നു, അന്നാസ ജനങ്ങളെ, അസ്സിഹറ സിഹറിനെ. ശൈത്താൻമാർ ജനങ്ങളെ സിഹർ പഠിപ്പിക്കുന്നു എന്ന് അല്ലാഹ് പറയുമ്പോ ഇപ്പൊ കായ്ക്കുടിയൊക്കെ ചോദിക്കാൻ തുടങ്ങി, സിഹർ ശൈത്താനിന് എവിടെ കിട്ടിയത്? KNM-ന്റെ പാഠപുസ്തകത്തിൽ 4-ാം ക്ലാസ്സിൽ ഇന്നും പഠിപ്പിച്ച പുസ്തകത്തിൽ കാണാം, സ്വഭാവ പാഠങ്ങളിൽ 4-ാം ക്ലാസ്സിൽ സ്വഭാവ പാഠം പഠിച്ചു നോക്കുക. നമ്മുടെ മക്കൾ ഇന്നും പഠിച്ച പുസ്തകം, അതിൽ കാണാം സിഹർ എന്ന അധ്യായം. എന്താ 1-ാമത്തെ വരി? പിശാച് സേവയിലൂടെ നടത്തുന്ന ചില ഗൂഢപ്രവർത്തനങ്ങൾക്കാണ് സിഹർ എന്ന് പറയുന്നത്. ഇപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുക. ഇത് ശിർക്കാണ് എന്ന ഈ ഐക്യത്തിനു ശേഷം വന്ന ശബാബിൽ വന്നത്, ഈ ഡിസംബർ 23 ഇറങ്ങിയ ശബാബില് ലേഖനം വന്നു, ജൂതന് സിഹർ ചെയ്ത് നബിയെ ബുദ്ധിമുട്ടിക്കാൻ സാധിച്ചുവെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുന്നു. നമ്മുടെ മദ്രസയിലെ പാഠപുസ്തകങ്ങളിൽ നമ്മുടെ മക്കൾ ഇപ്പോഴും പഠിപ്പിക്കുന്നു, പിശാച് സേവയിലൂടെയാണ് സിഹർ ഉണ്ടാകുന്നത്. ആ ബുക്ക് ശിർക്ക് പഠിപ്പിക്കുന്നുവെന്ന വടൂർ വിഭാഗത്തിന് ഇപ്പോഴുമുള്ള വിശ്വാസം. ഒന്നാകുമ്പോൾ ഇനി എന്തു ചെയ്യും? ഈ പാഠപുസ്തകം ഒഴിവാക്കണോ, ഇത് മാറ്റണോ, അതോ ശബാബിൽ വന്ന് തിരുത്തണോ? ചോദ്യമല്ലേ, ന്യായമല്ലേ? ആ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നോ, അത് ചോദിച്ചാൽ ഐക്യം പൊളിക്കുമെന്നോ? അങ്ങനെയൊക്കെ പൊളിയുന്ന ഐക്യമാണെങ്കിൽ അത് ഐക്യമല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? 4 ആൾ ചോദ്യം ചോദിച്ചാൽ പൊളിയുന്ന ഐക്യമാണെങ്കിൽ അതെന്തൊരു ഐക്യമാണ്? സഹോദരങ്ങളെ, ആദർശരംഗത്തെ വിശുദ്ധി തന്നെയാണ് നമ്മുടെ എന്നുമുള്ള മുഖമുദ്ര. അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, ആൾ ദൈവങ്ങൾക്കെതിരെ, ഖബർ പൂജയ്ക്കെതിരെ, മാലമൗലിദിനെതിരെ, ആ നിലക്കുള്ള തെറ്റായ നയങ്ങൾക്കെതിരെ അതിശക്തമായി നിലകൊള്ളാൻ കഴിയണമെങ്കിൽ ആദർശരംഗത്ത് കൃത്യമായ വിശുദ്ധിയാണ്, കൃത്യമായ വ്യതിരിക്തതയാണ്, കൃത്യമായ വ്യക്തതയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് സ്വാഭാവികം പറയണം, എല്ലാവരും വരും മക്കളെ, എല്ലാവരും വരൂ, എന്താ നിങ്ങൾ സംശയം ചോദിക്കൂ, ഞങ്ങൾ ക്ലിയർ ആക്കി തരാം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് ക്ലിയർ ആയിക്കൊണ്ട് ആ ശരിയായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അത് ബോധ്യമായി അൽഹംദുലില്ലാ ഇപ്പോഴെങ്കിലും
നമുക്കത് ബോധ്യമായല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഒന്നിലേക്ക് വന്നാൽ ആ ഐക്യം പിന്നെ ആര് ചോദിച്ചാലും നമുക്ക് ബേജാറാകാനില്ല. ആര് എവിടുന്ന് ചോദ്യം ഉന്നയിച്ചാലും ഓക്കെ വന്നോളൂ, ചോദിച്ചോളൂ, പറയാം ഞങ്ങളെന്ന് പറയാൻ നമുക്ക് പറ്റും സഹോദരങ്ങളെ. അതാണ് ആവശ്യം. അതുകൊണ്ട് വിഷയങ്ങൾ പഠിക്കുക, നയങ്ങൾ പഠിക്കുക, ആദർശങ്ങൾ പഠിക്കുക, ഏറ്റവും കൃത്യമായ നിലപാട് നമ്മൾ സ്വീകരിക്കുക. അതിനപ്പുറത്തെ സംഘടന നമുക്കൊന്നുമല്ല, അതിനപ്പുറത്തെ മഹല്ല് കമ്മിറ്റിയും ഖബർസ്ഥാനും നമുക്കൊന്നുമല്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കാനും പാടില്ല. ആരെങ്കിലും ഒക്കെ ബുദ്ധിമോശങ്ങൾ പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, ആ വാക്ക് നമ്മൾ പറയേണ്ട വാക്കല്ല. പണ്ട് ഖുറാഫികൾ പറഞ്ഞത്, പണ്ട് സമസ്തക്കാർ പറഞ്ഞത് ഏറ്റുപറയുന്നിടത്തേക്ക് നമ്മൾ എത്തിയെങ്കിൽ അതൊരു വലിയ നിലപാടിൽ വന്ന അബദ്ധത്തിന്റെ വീഴ്ചയുടെ വലിയ ഫലം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംശയം ചോദിക്കാനുള്ള അവസരമാണ്. ഇരിക്കുന്ന സീറ്റിൽ എഴുന്നേറ്റ് നിന്നാൽ മൈക്ക് അങ്ങോട്ട് കൈമാറുന്നതാണ്. അസ്സലാമു അലൈക്കും. ഇവിടെ മടവൂർ വിഭാഗവും KNM തമ്മിൽ ഉണ്ടായിരുന്ന തർക്കത്തിൽ പരസ്പരം ശിർക്ക് ആരോപിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇത്രയും കാലം ഞങ്ങളെപ്പോലുള്ള സാധാരണ ആളുകൾ മനസ്സിലാക്കിയത്, ഒരാൾ തന്നിലില്ലാത്ത ആരോപണം മറ്റൊരാളെ പേരിൽ ആരോപിച്ചാൽ അത് തന്നിലേക്ക് തിരിച്ചു വരും എന്നതാണ് നമ്മളൊക്കെ പഠിച്ചത്. അപ്പോൾ ഇവിടെ ഈ കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുണ്ടായ ഐക്യത്തിൽ ഹുസൈൻ മടവൂർ പറഞ്ഞു ഇവിടെ ആരും ജയിച്ചിട്ടില്ല, ആരും തോറ്റിട്ടില്ല എന്ന്. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു 18 വിഷയത്തിൽ തെറ്റുതിരുത്തിക്കൊണ്ടാണ് മടവൂർ വിഭാഗം ഈ ഐക്യം സാധ്യമായത് എന്നും പറഞ്ഞു. അപ്പോൾ ഖുർആനിൽ ഈ ഇങ്ങനെ ഒരു, അല്ലെങ്കിൽ ഖുർആനും ഹദീസും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് തെറ്റാണോ? നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഇത് ചോദിക്കേണ്ടതില്ല, ആരും പറയേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്, വിശദീകരിക്കുന്നത്. അപ്പോൾ ഖുർആനിലുള്ള ഈ ആയത്ത് അല്ലെങ്കിൽ ഈ കാര്യം എങ്ങനെയാണ് സാധാരണക്കാരായ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പ്രഖ്യാപിച്ചത് ആരും ജയിച്ചിട്ടില്ല, ആരും തോറ്റിട്ടുമില്ല എന്നാണ്. വിജയ പരാജയം എന്നതിനപ്പുറത്ത് ആരെങ്കിലും ഒരാൾ തിരുത്തേണ്ടതുണ്ട് എന്ന് സത്യമാണ്. ഇപ്പറഞ്ഞതുപോലെ ബദലിൽ മലക്കിറങ്ങി എന്ന വിശ്വാസം ശിർക്കാണ് എന്ന് പറഞ്ഞവർ, ശിർക്കല്ല എന്ന് പറഞ്ഞവർ, രണ്ടു കൂട്ടരും ഒന്നിച്ച് ഐക്യപ്പെടുമ്പോൾ ആരും തോറ്റിട്ടില്ല എന്ന വാക്കൊക്കെ ഭംഗി വാക്കാണ്. പക്ഷേ വിജയ പരാജയം എന്നതിനപ്പുറത്ത് പാരത്രികമായ വിജയത്തിന് വേണ്ടി ഞങ്ങളിൽ ആ ഭാഗം തിരുത്തിയിരിക്കുന്നു എന്ന് പറയേണ്ട ബാധ്യത ഉണ്ടല്ലോ ഒരു ഇസ്ലാമികമായിട്ട്. പരലോകത്ത് തോൽക്കാതിരിക്കാൻ, പരലോകത്ത് ജയിക്കാൻ വേണ്ടി ഇന്ന ഇന്ന വശത്ത് ഞങ്ങൾ പറഞ്ഞ തെറ്റായെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയേണ്ട ബാധ്യത രണ്ടാം ഒരു ഭാഗത്തുണ്ട്. ഒന്നുകിൽ നേരത്തെ ഞാൻ വിശദീകരിച്ചതുപോലെ ബദൽ മലക്കിറങ്ങി എന്ന വിശ്വാസം ശിർക്ക് തന്നെയാണ്. അതുകൊണ്ട് KNM ഇന്ന് മുതൽ വിശ്വസിക്കുന്നു ബദൽ മലക്കിറങ്ങിയിട്ടില്ല. അമാനിമലയുടെ പരിഭാഷയിൽ ആ ഭാഗത്തുനിന്ന് വിശദീകരണം ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചാൽ അത് വിജയിക്കൽ തന്നെയാണ്, പരാജയമല്ല, തോൽക്കലൊന്നുമല്ല. തെറ്റുതിരുത്തൽ പരാജയമല്ല. തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് സമ്മതിച്ച് ശരി പ്രഖ്യാപിച്ചു കൊടുക്കൽ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്, അത് തോൽക്കലല്ല. അപ്പൊ എല്ലാവരും ജയിക്കുകയാണ് വേണ്ടത്. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് ആവർത്തിച്ച് മടവൂർ വിഭാഗം പ്രസംഗിച്ചു. ഈ നാട്ടിൽ മൊത്തം അവർ ആ വിഷയത്തിൽ മാത്രം പ്രസംഗങ്ങൾ വെച്ചു. അന്ന് KNM പറഞ്ഞു സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെയാണ് പാഠപുസ്തകത്തിന് പോലും ആ ഭാഗം വന്നത്. സിഹിർ യാഥാർത്ഥ്യമുണ്ട്, പക്ഷെ ചെയ്യാൻ പാടില്ല, ചെയ്യിക്കാൻ പാടില്ല, വൻപാപമാണ്. 7 മഹാപാപങ്ങളിൽ ഒന്ന് ശിർക്ക്, രണ്ടാമത്തേത് സിഹിർ എന്ന് പഠിപ്പിച്ചു. സിഹിർ അങ്ങനെ യാഥാർത്ഥ്യമൊന്നുമില്ല, അത് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ് എന്ന് മറുഭാഗം പറഞ്ഞു. സ്റ്റേജ് രണ്ടു കൂട്ടരും കയറി ഞങ്ങൾ ഒന്നായി, ആരും ജയിച്ചിട്ടില്ല, ആരും തോറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരാ. ഒരു കൂട്ടർ തിരുത്തിയിരിക്കുന്നത് പറയണ്ടേ, അത് വിജയത്തിന് വേണ്ടിയാണെന്നായിക്കോട്ടെ, ജയിക്കാൻ വേണ്ടിയില്ല, പരലോകത്ത് തോൽക്കാതിരിക്കാൻ വേണ്ടിയില്ല. ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു, സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, ഖുർആൻ പറഞ്ഞത് ശരിയാണ്, ഹദീസിൽ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് പറയണല്ലോ. അല്ലെങ്കിൽ തിരിച്ച്
സിഹിറിന് യാഥാർത്ഥ്യമില്ല. അത് ഖുർആനിലെ ആ ആയത്ത് അത് ശരിയല്ല, ആ ഹദീസ് അത് ശരിയല്ല, അല്ലെങ്കിൽ വ്യാഖ്യാനം അങ്ങനെയല്ല. അമാനി മൗലവി എഴുതിയാലും KM മൗലവി എഴുതിയാലും ഉമർ മൗലവി എഴുതിയാലും ഉസ്മാൻ സാഹിബ് എഴുതിയാലും അതൊക്കെ തെറ്റായിരുന്നു, എനിക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്തെങ്കിലും പറയണ്ടേ? ദുനിയാവിലെ വിജയ പരാജയമല്ല അവിടെ. സുലാത്തുപാലം, ഖബർ ശിക്ഷ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഞാനിവിടെ പരാമർശിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു ബാധ്യത ശർഈയായി മതപരമായ ബാധ്യത നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇനിയും നമുക്ക് അവസരമുണ്ട്. നമ്മോടൊന്നും പറയണ്ട, സ്റ്റേജ് കെട്ടി പറയണമെന്ന് പറയേണ്ട ശരിക്കും അങ്ങനെ തന്നെയാണ്. സ്റ്റേജ് കെട്ടിയിട്ടാണ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. അതുകൊണ്ട് സ്റ്റേജ് കെട്ടിയിട്ട് പറയട്ടെ. ഇനി അതൊന്നും വേണ്ട. ഒരു അൽമനാറിലോ ഒരു ശബാബിലോ ഒരു സ്പെഷ്യൽ പതിപ്പ് ഇന്ന വിഷയങ്ങളൊക്കെ ഇന്ന ഭാഗത്തൊക്കെ അബദ്ധം പറ്റിയിരുന്നു, അതൊക്കെ തിരുത്തിയിരിക്കുന്നു എന്ന് പറയണ്ടേ? ഡിസംബർ 5 പത്രസമ്മേളനം വിളിച്ചപ്പോൾ TP കോയമദനിയോട് പത്രക്കാർ ചോദിച്ചു, ഇതിലൊക്കെ എന്താ തീരുമാനം? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഐക്യപ്പെട്ടെന്ന് അറിയിക്കാനാണ് ഇപ്പം നിങ്ങളെ വിളിച്ചത്. ആദർശം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കടപ്പുറത്ത് പ്രഖ്യാപിക്കും. ഇവിടുന്നൊക്കെ എത്ര മനുഷ്യന്മാർ അത് ആത്മാർത്ഥമായി ഏറ്റെടുത്തുകൊണ്ട് ആ തീരുമാനം കേൾക്കാൻ വേണ്ടി, ആർക്കാ തെറ്റുപറ്റിയത്, ആരാ തിരുത്തിയത്, അൽഹംദുലില്ലാഹ് ഒരിക്കലും പ്രാർത്ഥിക്കാമല്ലോ. അറിയാതെ അബദ്ധം പറ്റിപ്പോയി, ഇപ്പോഴെങ്കിലും ഒരിക്കൽ ബോധ്യപ്പെട്ടല്ലോ, പഠിച്ചോനെ പുറത്തുനിൽക്കണേ എന്ന് പ്രാർത്ഥിക്കാമെന്ന മനസ്സോടെയല്ലേ മുജാഹിദുകൾ പലരും കടപ്പുറത്തേക്ക് പോയത്? അവിടെ ചെന്നപ്പോൾ എന്താ പറഞ്ഞു? തീരുമാനമായി എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വിശദീകരിക്കും, നിങ്ങൾ വിചാരിക്കണ്ട എന്നാണ് പറഞ്ഞത്. നീ ശരി, ഒരു മഹാസമ്മേളനത്തിന് പക്ഷേ എല്ലാം കൂടി പറയാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് എത്ര സ്ഥലത്ത് വേദി പങ്കിട്ടു, രണ്ടു കൂട്ടരും വന്നു. ഹുസൈൻ മടവൂരും TPയും അലിമദനിയും കരിമ്പിലാക്കലും ഹനീഫ് കായക്കൊടി മനസ്മോലയും എല്ലാം ഒന്നിച്ച് പങ്കെടുത്ത വേദി ഇപ്പോഴും ധാരാളം ഉണ്ടായല്ലോ. എവിടെങ്കിലും വന്നിട്ട് പറഞ്ഞു, ഇനി ഇവിടെ വേദി സംഘടിപ്പിക്കുന്നുവെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ. ഇതാ ഇന്ന വിഷയത്തിൽ കരിമ്പിലാക്കൽ അബദ്ധം പറ്റിയിരുന്നു, അലിമദനിക്ക് അബദ്ധം പറ്റിയിരുന്നു, അബ്ദുസ്സലാം സ്വലമിക്ക് അബദ്ധം പറ്റിയിരുന്നു, അല്ലെങ്കിൽ കായക്കൊടിക്ക് അബദ്ധം പറ്റിയിരുന്നു, അനസ് ഹുസൈനിക്ക് അബദ്ധം പറ്റിയിരുന്നു. ഇതാ അത് ശരി, ഞങ്ങൾ ഇന്നതാണ്, അത് തിരുത്തുന്നു, പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാലല്ലേ അവനവൻ്റെ ഖബറ്, അവനവൻ്റെ പരലോകം രക്ഷപ്പെടൂ എന്നാണ് ഗുണകാംക്ഷയോടെ സൂചിപ്പിക്കാനുള്ളത്. അതാണ് ഈ വിഷയത്തിൽ നമുക്കറിയേണ്ടത്. ആ ഒരു ഗുണകാംക്ഷ കൊണ്ട് മാത്രമാണ് ഈ നിലയ്ക്ക് ഈ വക വിഷയങ്ങൾ മുജാഹിദുകൾക്കിടയിൽ ചെന്നില്ല, മുജാഹിദുകളെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണേ എന്ന് പറയാൻ അവസരമുണ്ടാക്കുന്നതും. അല്ലാഹു അഅലം. 2 ചോദ്യം എഴുതി കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഒന്ന് ജിന്നുമായി ബന്ധപ്പെട്ടാണ്. മുസ്ലിം ജിന്നും കാഫിർ ജിന്നും ഉണ്ടല്ലോ. ആ കാഫിർ ജിന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് സിഹിർ ചെയ്യുന്ന സാഹിർ സിഹിർ ചെയ്യുന്നത് എന്ന് പറയുന്നു. എങ്കിൽ മുസ്ലിം ജിന്നിനെ അങ്ങനെ മുസ്ലിങ്ങളായ ആൾക്ക് ഉപയോഗിക്കാൻ വല്ല വകുപ്പുണ്ടോ? അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഒരൊറ്റ ജിന്നിനെയും ഉപയോഗിക്കാൻ പാടില്ല. ഒരു ജിന്നിനെയും ഉപയോഗിക്കാനോ, ഇനി പ്രാർത്ഥന ആവട്ടെ അല്ലാത്തതാവട്ടെ എന്തുമാവട്ടെ, ജിന്നുകളുമായുള്ള യാതൊരു ഇടപാടും നമ്മോട് അനുവദിക്കപ്പെട്ടിട്ടേ ഇല്ല. എല്ലാം നിഷിദ്ധമാക്കപ്പെട്ട ജിന്നുകളുമായുള്ള ഒരു ഇടപാടുകളും. കാരണം എന്താ? ജിന്നുകളിൽ മഹാഭൂരിപക്ഷം ശൈത്വാന്മാരാണ്. ആ ശൈത്വാന്മാർ നമ്മെ നരകത്തിലേക്ക് എത്തിക്കാൻ, ശിർക്കിൽ കൊണ്ടുപോയി ചാടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുമായുള്ള ചെറിയൊരു ബന്ധം പോലും ഒരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവരെ പൂജിക്കുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന, അതുവഴി ശിർക്കിൽ ചെന്ന് ചാടുന്ന സാഹചര്യം ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരു ബന്ധങ്ങളും പാടില്ല. അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദുആ ചെയ്യുന്നുവെങ്കിൽ, അവരോട് ഇസ്തിഗാസ ചെയ്യുന്നുവെങ്കിൽ അത് അവർക്കുള്ള ഇബാദത്താണ്, അവരോട് പ്രാർത്ഥിക്കലാണ്, സഹായം തേടലാണ്. അത് ശിർക്കാണ്, മഹാപാപമാണ്. ഞാൻ അതൊന്നുമില്ല. ആ വക ഇസ്തിഗാസയും ഇസ്തിആനയും ദുആയും ഇബാദത്തും ഒന്നുമില്ല. കേവലമായ ചില ബന്ധങ്ങൾ, ചില ചോദിക്കലുകൾ, ചില കൊടുക്കൽ വാങ്ങലുകൾ മാത്രം നിർവഹിക്കുന്നു എങ്കിൽ അത് പോലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ഹറാമാണ്. ഒരു നിലക്കും അത് പാടില്ല. അതാണ് ഇസ്തിംതാഴ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങാനും കഴിയുമോ? കഴിയുമെന്നുകൊണ്ടാണല്ലോ ഇസ്തിംതാഴ് എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത്. ഞങ്ങൾ പരസ്പരം ഞങ്ങൾ സുഖമെടുത്തു, പരസ്പരം ഞങ്ങൾ ഇസ്തിംതാഴ് നടത്തി എന്ന് സൂറത്ത് അൻആം 108 ആയത്തിൽ പറഞ്ഞത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാഴ് ഉണ്ടായത് കൊണ്ടാണല്ലോ. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിൽ ഒരു വെല്ലുവിളിയുണ്ട്. ഇൻസും ജിന്നും ഒരുമിച്ച് കൂടിയാലും ശരി ഇതുപോലെ ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല. അവർ പരസ്പരം സഹായികളായി വർത്തിച്ചാലും ശരി. ജിന്നും ഇൻസും ഒരുമിച്ച് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടെങ്കിലും ഒരു ഖുർആൻ കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്നത് അസംഭവ്യമാണെങ്കിൽ മക്കത്തെ മുശ്രിക്കുകൾ എന്ത് പറയും? എന്താ മുഹമ്മദ്, നടക്കാത്ത കാര്യം ആർക്കും വെല്ലുവിളിച്ചൂടെ? അതെന്തായാലും നടക്കൂല, ഉറപ്പല്ലേ, പിന്നെ ആർക്കും വെല്ലുവിളിച്ചൂടെ എന്ന് പരിഹസിക്കൂലേ? അപ്പൊ ജിന്നും ഇൻസും പരസ്പരമുള്ള ചില ഇടപാടുകളും കൊടുക്കൽ വാങ്ങൽ വിശദമായി അറിയണമെങ്കിൽ KNM മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ M ഉസ്മാൻ സാഹിബ് എഴുതിയ
മുഖ്യശത്രു എന്ന പുസ്തകം അത് വായിച്ചു നോക്കിയാൽ ആ ഇടപാടിൽ എങ്ങനെയൊക്കെ സഹായം, എങ്ങനെയൊക്കെ ദോഷങ്ങൾ, എങ്ങനെയൊക്കെ എന്നൊക്കെ കൃത്യമായി അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ. അപ്പം അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. പക്ഷെ നമുക്കതൊന്നും പാടില്ല. ഒരു ബന്ധങ്ങളും പാടില്ല, ഒരു നിലക്കുള്ള ഇടപാടും പാടില്ല. അതൊക്കെ എല്ലാം നിഷിദ്ധമാണ്, എല്ലാം ഹറാമാണ്. ദുആ ആണോ, ആ അർത്ഥത്തിൽ വരുന്ന ഇസ്തിഗാസയാണോ, ഇസ്തിആനയാണോ, ആ നിലക്കുള്ള സഹായാർത്ഥനയാണോ, അത് ശിർക്കാണ്. ശിർക്ക് അല്ലാത്ത വലുതുമുണ്ടോ, അതൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഹറാമാണ് എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു അഅലം. മറ്റൊന്ന് മ്യൂസിക്കുമായി ബന്ധപ്പെട്ടാണ്. മ്യൂസിക്കിന് ഇസ്ലാമിക വശം വിശദീകരിക്കാമോ? ഹറാമായതും ഹലാലായതുമുണ്ട്. മ്യൂസിക്കിൽ ഹലാലായ ഒന്നില്ല. ഇൻസ്ട്രുമെന്റ്സ് വെച്ച്, സംഗീത ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള മ്യൂസിക്കുകൾ, സംഗീതങ്ങൾ, അത് നിഷിദ്ധമായത് തന്നെയാണ്. ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് എന്ന ആയത്തിൽ ലഹുൽ ഹദീസ്, വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്നവർ ഉണ്ട് ജനങ്ങളിൽ, ശിക്ഷയുണ്ടെന്ന സന്തോഷ വാർത്ത കൊടുക്കുക എന്ന് പറഞ്ഞ വിനോദ വാർത്തകളുടെ ഉദ്ദേശം മ്യൂസിക്കാണ്, സംഗീതമാണ് എന്ന് അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത് പറയുന്നു. സമാനമായ ഹദീസുകൾ ഖിയാമത്തിന്റെ മുന്നോടിയായി സംഗീതങ്ങളെ അനുവദനീയമായി കാണുന്ന ആളുകൾ വരുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബിതങ്ങൾ താക്കീത് ചെയ്യുന്നു. ധാരാളം അധ്യാപനങ്ങൾ ആ രംഗത്ത് പണ്ഡിതന്മാർ നൽകുന്നു. ഇമാം മാലിക് റഹിമഹുല്ല ഫത്വ നൽകിയത് ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ ഒരാൾ മ്യൂസിക് പതിവാക്കുന്നുവെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണം. മ്യൂസിക് പതിവാക്കിയ ആളെ അറസ്റ്റ് ചെയ്യണം എന്ന് ഇമാം മാലിക്കിന്റെ ഫത്വ മദീനയിൽ വെച്ച്. ഇമാം ഷാഫി പറഞ്ഞു, അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് സംഗീതം കേൾക്കുന്നുവെങ്കിൽ അത് ശരിയല്ലെന്ന് പറയാൻ, ആ വീട്ടിൽ കയറി ചെല്ലാൻ വീട്ടുകാരൻ്റെ അനുവാദം പോലും ആവശ്യമില്ല. അതേപോലെ മ്യൂസിക്, സംഗീതങ്ങൾ മനുഷ്യ മനസ്സുകളിൽ കാപ്പട്യം മുളപ്പിക്കും, മഴ പുല്ലിനെ മുളപ്പിക്കുന്നത് പോലെ എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഗാസത്തുൽ ലഹ്ഫാൻ മിൻ മസാഇദി ശൈത്വാൻ എന്ന ഗ്രന്ഥത്തിൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് ധാരാളം മുൻഗാമികളെ ഇത്തരം ഉദ്ധരണികൾ വെച്ചുകൊണ്ട് അതൊരിക്കലും പാടില്ലെന്ന് അവർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികൾക്ക് അതൊരിക്കലും ഭൂഷണമല്ല, അത് റബ്ബിലേക്ക് അടുപ്പിക്കുകയല്ല, റബ്ബിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് നമുക്കൊരിക്കലും ഒരു നിലക്കും അതിൽ അനുവാദമില്ല. ഇനി മുൻകാലത്ത് ആരെങ്കിലും അങ്ങനെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരെങ്കിലും അങ്ങനെ അനുവദനീയം പറഞ്ഞിരുന്നത് അള്ളാഹു നമുക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് വിചാരിക്കുക, അതല്ലല്ലോ നമ്മുടെ പ്രമാണം. നേരെ മറിച്ച് അള്ളാഹും റസൂലും ആ വിഷയത്തിൽ എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.